وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ പ്രവാചകനെ കുറിച്ച്, ദീനിനെ കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചിരിക്കൽ നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വിസ്ഡം കൂട്ടായ്മയുടെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ സന്ദർഭത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രോഗ്രാമാണ് അഹ്ലൻ റമദാൻ എന്ന പ്രോഗ്രാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാലഘട്ടത്തിനും ഓരോ സാഹചര്യത്തിനും അനുസരിച്ചുള്ള ഉപദേശങ്ങൾ ജനങ്ങൾക്ക് നൽകാറുണ്ട്. മരണത്തെക്കുറിച്ചുള്ള ഹദീസ് നമ്മൾ വായിക്കുന്നത് മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിന്റെ പശ്ചാത്തലം ഒരു ഖബറും അതിന്റെ സമീപത്തുള്ള ഒരു മയ്യത്തുമുള്ള സന്ദർഭത്തിലാണ്. ഒരു മനുഷ്യന്റെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ മരണത്തെക്കുറിച്ച്, മരണത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നുണ്ട്. വൈവാഹികമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുയോജ്യമായ സന്ദർഭങ്ങളിലാണ് നൽകിയിട്ടുള്ളത്. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, സന്തോഷവാർത്ത അറിയിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും ആവശ്യമുള്ള ഉത്ബോധനങ്ങൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ കേൾക്കുക എന്നുള്ളത് അവന്റെ ഈമാനികമായ വളർച്ചക്ക്, ഉയർച്ചക്ക് സഹായകരമായ കാര്യമാണ്. ആ ഒരു ലക്ഷ്യം കൊണ്ട് തന്നെയാണ്, ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൂട്ടായ്മ ഈ സന്ദർഭത്തിൽ, വിശുദ്ധ റമദാൻ വിളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആമുഖമായി മനസ്സിലാക്കണം. സുദീർഘമായ ഒരു വിഷയമാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഈ വിശുദ്ധ റമദാനിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നതാണ് ഞാൻ എൻ്റെ സംസാരം കൊണ്ട് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിലെ 3 ഹദീസുകൾ, സ്വഹീഹായ ചരിത്രങ്ങളുടെ പശ്ചാത്തലമുള്ള 3 ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ വിഷയം പൂർത്തിയാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ഹദീസുകൾ ആദ്യം പറയാൻ കാരണം, നമ്മളെല്ലാവരും ശഅബാൻ മാസത്തിലാണ് ഉള്ളത്, റമദാനിനെ കാത്തിരിക്കുന്ന ആളുകളാണ്. റമദാൻ എന്ന് പറയുമ്പോൾ അത് നോമ്പ് നിർബന്ധമാക്കിയ മാസമാണ് എന്ന് നമുക്കറിയാം. റമദാനിന്റെ പിറ കണ്ട സമയം മുതൽ ശവ്വാലിന്റെ പിറ കാണുന്നത് വരെ നോമ്പ് നോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, നോമ്പ് നോൽക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു നോമ്പിന്റെ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് നോമ്പിന്റെ മഹത്വമെന്ന്
ചരിത്രങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്, ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാണ് ആമുഖമായി ഞാൻ 2 ചരിത്രങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിലെ പ്രമുഖ സ്വഹാബിയാണ് മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു. അബൂ ഉമാമ റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ബഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅത, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ നിയോഗിച്ചു. ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു സൈന്യത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചു. ഫഖറജതു ഫീഹിം, ആ സൈന്യത്തിൽ അവരുടെ കൂടെ ഒരു സൈന്യത്തിലെ അംഗമായി ഞാനുമുണ്ട്. ആര്? ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ ഉമാമയും ആ സൈന്യത്തിൽ. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ ദൂതരെ, ഉദ്ഉല്ലാഹ അൻ യർസുഖനി അശ്ശഹാദ. അതാണ് ആ സ്വഹാബിയുടെ ആവശ്യം. അവർ യുദ്ധത്തിനാണ് പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിനുള്ള ഒരു സൈന്യത്തെയാണ് നിയോഗിക്കുന്നത്. ആ സന്ദർഭത്തിൽ സ്വഹാബിയുടെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉദ്ഉല്ലാഹ അൻ യർസുഖനി അശ്ശഹാദ, ഞാൻ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. കാരണം ആ സഹാബിക്ക് അറിയാം, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് ആരോടാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുൽ ഉത്തരമുണ്ട്. നബി പ്രാർത്ഥിച്ചാൽ യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിന് ഷഹീദാകാം, ഷഹീദായാൽ സ്വർഗ്ഗമുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ആ ആവശ്യം ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അയാളുടെ ആവശ്യം കേട്ടു, അയാളുടെ ചോദ്യം കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. എന്താ നബി പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. അല്ലാഹുവേ, ഇയാളെ ഷഹീദാക്കണേ എന്നല്ല, അല്ലാഹുവേ ഇയാളെ നീ സുരക്ഷിതനാക്കണേ, ഇയാളെ നീ സുരക്ഷിതനാക്കണം. യുദ്ധത്തിൽ ഷഹീദാകാൻ പാടില്ല. പരിക്കുകൾ പറ്റാതെ, അപകടങ്ങൾ പറ്റാതെ സുരക്ഷിതനായി മടങ്ങി വരാനുള്ള തൗഫീഖ് നീ അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന. തീർന്നില്ല, നബി പറഞ്ഞു, വഗന്നിംഹും, അല്ലാഹുവേ യുദ്ധത്തിൽ വിജയം വരിച്ച് ആ വിജയത്തിലൂടെ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്ത് കൊണ്ട് ഇയാളെ അനുഗ്രഹീതനാക്കണേ. അതും നബി പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉമാമക്ക് വേണ്ടി പ്രാർത്ഥിച്ച അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ നീ ഇദ്ദേഹത്തെ സുരക്ഷിതനാക്കണം, ഇദ്ദേഹത്തെ ഗനീമത്ത് സ്വത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ചത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധം കഴിഞ്ഞു, അദ്ദേഹം തന്നെ പറയുകയാണ് ഫസലിംനാ വഗനിംനാ, യുദ്ധം അവസാനിച്ചു, ഞങ്ങൾ സുരക്ഷിതരായി മടങ്ങിയെത്തി, ഞങ്ങൾക്ക് ധാരാളം ഗനീമത്ത് സ്വത്തും ലഭിച്ചു, ധാരാളം ഗനീമത്ത് സ്വത്തും ലഭിച്ചു, ഞങ്ങൾ സുരക്ഷിതരായി, പരിക്കൊന്നും പറ്റാത്ത യുദ്ധത്തിൽ വിജയം വരിച്ച് ഗനീമത്ത് സ്വത്തുമായി വന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അതേ അബൂ ഉമാമ പറയുകയാണ് ثم بعث جيشا آخر, കാലമേറെ കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ്. ആ സൈന്യത്തിൽ അബൂ ഉമാമയുണ്ട്. അബൂ ഉമാമ ഒന്നാമത് ചോദിച്ച അതേപോലെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യർസുഖനി അഷ്ഹദ, നബിയേ ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാകാൻ ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹു ഇയാളെ നിർഭയനാക്കണം, സുരക്ഷിതനാക്കണം, ഗനീമത്ത് സ്വത്ത് കൊണ്ട് ആദരിക്കണം, അനുഗ്രഹിക്കണം. യുദ്ധം അവസാനിച്ചു, അവർ സുരക്ഷിതരായി മടങ്ങിയെത്തി, ഗനീമത്ത് സ്വത്ത് ലഭിച്ചു. 3 തവണ ഇത് സംഭവിച്ചു. 3 തവണയും അദ്ദേഹം സുരക്ഷിതനായി മടങ്ങി വന്നു, ധാരാളം സ്വത്ത് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുകയാണ്, ഒരു സന്ദർഭത്തിൽ അദ്ദേഹം നബിയുടെ സമീപത്ത് ചെന്ന് പറഞ്ഞു, 4ാമത്തെ സൈന്യത്തെ നിയോഗിക്കുന്ന സമയത്ത് അദ്ദേഹം നബിയുടെ സമീപത്തേക്ക് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അതൈതുക 3 മറ, ഞാൻ നിങ്ങളുടെ സമീപത്തേക്ക് 3 തവണ വന്നു. അതൈതുക 3 മറ, എന്തിനാ വന്നത്? അസ്അലുക അൻ തദ്ഉ ലി ബിശ്ശഹാദ, ഞാൻ ഷഹീദാകാൻ ദുആ ചെയ്യണമെന്ന് പറയാൻ 3 തവണ നബിയെ ഞാൻ നിങ്ങളുടെ സമീപത്തേക്ക് വന്നു. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഞാൻ രക്ഷപ്പെടാനാണ്, ഗനീമത്ത് സ്വത്ത് ലഭിക്കാനാണ്. നബിയെ നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു, ഞാൻ സുരക്ഷിതനായി, എനിക്ക് ഗനീമത്ത് സ്വത്ത് ലഭിച്ചു. നബിയെ ഞാൻ നിങ്ങളോട് ഷഹീദാകാൻ പ്രാർത്ഥിക്കാൻ പറയാൻ കാരണം സ്വർഗ്ഗം ആഗ്രഹിച്ചിട്ടാണ്, സ്വർഗ്ഗത്തിൽ പോകണമെന്ന് കൊതിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ യാ റസൂലല്ലാഹ് ഫഅ്മുർനി ബിഅമലിൻ, നബിയെ നിങ്ങൾ എനിക്കൊരു അമൽ പറഞ്ഞു തന്നാലും, നിങ്ങൾ എനിക്കൊരു കർമ്മം പറഞ്ഞു തന്നാലും, ഷഹീദായി സ്വർഗത്തിൽ പോകാൻ കൊതിച്ച ഞാൻ സുരക്ഷിതനാകാനാണല്ലോ നിങ്ങൾ പ്രാർത്ഥിച്ചത്, അതുകൊണ്ട് തന്നെ എനിക്ക് സ്വർഗം നേടിത്തരുന്ന, എന്നെ സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി പറഞ്ഞു, അലൈക ബിസ്സൗം, അലൈക ബിസ്സൗം, നീ സ്വർഗമാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ നീ നോമ്പ് നോറ്റാൽ മതി എന്നാണ്. ഫഇന്നഹു ലാ മിത്ല ലഹു, ആ ഇബാദത്തിന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിച്ചു. സഹോദരങ്ങൾ, ഈ അവസാന ഭാഗത്തിലെ 2 സെന്റൻസുകൾ, 2 പദങ്ങൾ പറയാനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. എന്താണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ യുദ്ധത്തിൽ ഷഹീദാകാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾ സുരക്ഷിതനാകാൻ പ്രാർത്ഥിച്ചു. അയാളുടെ ആഗ്രഹം എന്താണ്? സ്വർഗമാണ്. ഷഹീദായി സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ ഷഹീദായി സ്വർഗത്തിൽ പോകാൻ കൊതിച്ച മനുഷ്യനോട് സ്വർഗം നേടിയെടുക്കാനുള്ള അമലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത് നോമ്പിനെയാണ്. ഇത് റമദാനിലെ നോമ്പാണോ? അല്ല, റമദാനിലെ നോമ്പൊന്നല്ല, നോമ്പ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നോമ്പിന്റെ മഹത്വം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നോമ്പെന്ന് പറയുന്ന ഇബാദത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. അത് നമുക്ക് സ്വർഗം നേടിത്തരുന്ന അമലാണ് എന്നാണ് ഈ ഹദീത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് ഒരു ചരിത്രം. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഉസ്മാൻ ബിൻ മദ്ഊൻ, അതേപോലെ തന്നെ ഖുദാമ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുമ, ആ 2 സ്വഹാബികളുടെയും സഹോദരിയുടെ മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഒരുപാട് പ്രസിദ്ധമായ ചരിത്രത്തിന്റെ ഉടമയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ആ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസിൽ മഹാനായ ഖൈസ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല്ലഖ ഹഫ്സ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ തലാഖ് ചൊല്ലി. ആരെ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളെ, നബിയുടെ ഭാര്യയായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ നബി തലാഖ് ചൊല്ലി.
ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഞാൻ ആ പശ്ചാത്തലത്തിലേക്കും അതിന്റെ ആ ചരിത്രങ്ങളിലേക്കും ഞാൻ പ്രവേശിക്കുന്നു. നമ്മുടെ വിഷയം അതല്ല. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. വലിയ വിശാലമായ ചരിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട മനോഹരമായ ഏടുകൾ നമുക്കതിൽ വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ ഹദീസിൽ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചൊല്ലി. എല്ലാവർക്കും സങ്കടമായി. അള്ളാന്റെ റസൂലിന്റെ ഭാര്യ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അതൊരു നിസ്സാരമായ കാര്യമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിന്റെ സങ്കടം സഹിക്കാൻ പറ്റണില്ല. അവര് കരയാൻ തുടങ്ങി. ഈ നമ്മൾ ഈ പറഞ്ഞ ആ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അമ്മാവന്മാരായ ഉസ്മാൻ ബിൻ മദ്ഊൻ, ഖുദാമ ഇബ്നു എല്ലാവരും കരയാണ്. എല്ലാവരും സങ്കടത്തിലാണ്, എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. അപ്പൊ എല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലേക്ക് വരുന്ന രംഗമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് വന്നു. നബി ചിരിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല ലി ജിബ്രീൽ, ജിബ്രീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ സമീപത്തേക്ക് ജിബ്രീൽ വരികയും ജിബ്രീൽ എന്നോട് പറയുകയും ചെയ്തു. എന്താ ജിബ്രീൽ പറഞ്ഞത്? റാജി ഹഫ്സ, ഹഫ്സയെ ത്വലാഖിയല്ലാൻ പറ്റില്ല, ഹഫ്സനെ മടക്കിയെടുക്കണം, ഹഫ്സയെ മടക്കിയെടുക്കണം, ഹഫ്സയെ മടക്കിയെടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലാഖ് ചൊല്ലാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച നടത്തിയ വിഷയമാണ്. അവരെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ നബിയോട് പറയുന്ന വാചകം റാജി ഹഫ്സ, ഹഫ്സനെ മടക്കിയെടുക്കണം. അങ്ങനെ ഒരു ചിന്ത പോലും എന്ത് ചെയ്യാൻ പാടില്ല, നബിയെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. എന്തേ കാരണം? ഉപരിലോകത്ത് നിന്ന് ആകാശ ലോകത്ത് നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വലാഖ് ചൊല്ലാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ തന്റെ ഭാര്യ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ച ഒരു ഭാര്യയുടെ വിഷയത്തിൽ ആകാശ ലോകത്ത് അല്ലാഹു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കണം, നബിയെ റാജി ഹഫ്സ, ഹഫ്സനെ മടക്കിയെടുക്കണം. എന്താ കാരണം? എന്താണ്? ഹദീസിന്റെ അവസാന ഭാഗം ജിബ്രീൽ പറഞ്ഞു. എന്താ പറഞ്ഞു? ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. അവരാരാന്നറിയോ? ഹഫ്സ ബിബി ആരാന്നറിയോ? അവരെ നിങ്ങൾ ത്വലാഖ് ചൊല്ലാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല, അവരെ നിങ്ങൾ മടക്കിയെടുക്കണം. കാരണം അവർ നോമ്പ് നോൽക്കുന്ന ആളാണ്. ഫഇന്നഹാ സവ്വാമ, അവർ നോമ്പ് നോൽക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ഖവ്വാമ, രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുമാണ്. സുബ്ഹാനല്ലാഹ്, അവർ രാത്രി നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോൽക്കുന്ന ആളാണ്. മറ്റൊരു വാചകം കൂടെ ഹദീസിൽ കാണാം, വഇന്നഹാ സൗജതുക ഫിൽ ജന്ന, നബിയെ സ്വർഗ്ഗത്തിലും അവർ നിങ്ങളുടെ ഭാര്യയാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലും നിങ്ങളുടെ ഭാര്യയാണ്. സഹോദരങ്ങളെ, ഗൗരവമായിട്ട് ആലോചിച്ചു നിങ്ങൾ. നോമ്പിന്റെ സ്ഥാനം എത്രയാണ്? ഉപരിലോകത്ത് നിന്ന് അള്ളാഹു മലക്കിനെ നിയോഗിച്ചു. അവരെ ഒഴിവാക്കാൻ പാടില്ല. കാരണം എന്താ? അവരുടെ പ്രത്യേകത എന്താ? അവരുടെ ഫളൽ എന്താ? അവർ നോമ്പ് നോൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ നോമ്പ് നോൽക്കുന്നുണ്ട് എന്നുള്ളത് മഹത്തായ കാര്യമായിക്കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അഹ്ലൻ റമദാൻ എന്ന വിശാലമായ ഒരു വിഷയം ഇനി അവതരിപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത വിധം ഈ രണ്ട് ചരിത്രങ്ങളിൽ നിന്ന് നാം സ്വീകരിക്കാൻ പോകുന്ന നോമ്പിന് എത്രമാത്രം മഹത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വലിയ പ്രസംഗത്തിന്റെയും അതേപോലെ തന്നെ ഉദാഹരണങ്ങളുടെയും ഒന്നും ആവശ്യമില്ല. നേരിട്ട് വന്ന രണ്ട് ഹദീസുകളിൽ നിന്ന് തന്നെ നോമ്പിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദ അല്ലാഹു ബിദാലികൽ യൗമി വജഅഹു അനിൻ നാരി 70 ഖരീഫൻ. ഒരൊറ്റ നോമ്പ് നോറ്റാൽ, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ച്, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് ഒരൊറ്റ നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴി ദൂരം അയാൾ നരകത്തിൽ നിന്ന് അകലെയാകും. 70 വർഷത്തെ വഴി ദൂരം. ഒരു മനുഷ്യൻ 70 വർഷം എത്ര ദൂരം സഞ്ചരിക്കോ അത്രയും ദൂരം ഒരു നോമ്പ് നോറ്റാൽ നരകത്തിൽ നിന്ന് അകലെയാകും. ഈ 70 വർഷത്തെ യാത്ര എങ്ങനെയാണ്? ഈ 70 വർഷത്തെ വഴി ദൂരം എങ്ങനെ താണ്ടിക്കടക്കണം? നടന്നു പോകാണോ അതോ ട്രെയിനിൽ പോകാണോ? എങ്ങനെ പോകണം എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. അതിവേഗതയിൽ പറക്കുന്ന ഒരു പക്ഷി, അതിവേഗതയിൽ പറക്കുന്ന ഒരു പക്ഷി അതിങ്ങനെ പറക്കണം, എവിടെയും വിശ്രമിക്കുന്നില്ല, മരങ്ങളിൽ അവ വിശ്രമിക്കുന്നില്ല. അവർ നിർത്താതെ 70 വർഷം എത്ര ദൂരം പറക്കുമോ അത്രയും ദൂരം നരകത്തിന് ഒരൊറ്റ നോമ്പ് നോറ്റാൽ അകലെയാകുന്ന. അല്ലാഹു തൗഫീഖ് നൽകിയാൽ വരാൻ പോകുന്ന റമദാനില് നമുക്ക് 30 നോമ്പ് കിട്ടും ഇൻഷാ അല്ലാഹ്. 30 നോമ്പ് നമ്മൾ നോറ്റാൽ 30 × 70 2100 വർഷത്തെ
ഒരു പക്ഷി എവിടെയും നിൽക്കാതെ പറന്നാൽ എത്ര ദൂരം എത്തുമോ അത്രയും ദൂരം നരകത്തിൽ നിന്ന് വിദൂരതയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് അവസരമുണ്ട്. നോമ്പ് വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം. നോമ്പിനെ സ്വീകരിക്കുന്നതിന്റെ മുമ്പ് നോമ്പിന്റെ മഹത്വം, നോമ്പിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ നോമ്പിനെ സ്വീകരിക്കണം. റമദാൻ മാസത്തെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ആദ്യം നമുക്കുണ്ടാകേണ്ട കാര്യം എന്താ? വിശുദ്ധ റമദാൻ ഇത്രമാത്രം മഹത്വമുള്ള മാസമാണ്, പ്രത്യേകതയുള്ള മാസമാണ്. നോമ്പിന് തന്നെ എത്ര പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ പ്രത്യേകതയുള്ള ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന ആ ഒരു ചിന്തയോടെ റമദാനിനെ സ്വീകരിച്ചാൽ റമദാനിനെ ധന്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം. അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ നമ്മളൊക്കെ നാട്ടില് ഖബർസ്ഥാനുകൾ, ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ, നമ്മുടെയൊക്കെ പരിചയമുള്ള ആൾക്കാർ. ഇപ്പൊ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇന്ന് ഖബറിലാണ്. എത്രയോ മനുഷ്യന്മാരെ നമുക്കറിയാം. നമ്മുടെ കൂടെ പള്ളിയിൽ ഒരുമിച്ച് നിന്ന ആൾക്കാർ, നമ്മുടെ വീട്ടിൽ ഒരുമിച്ചുറങ്ങിയ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നമുക്ക് നമ്മുടെ ഭക്ഷണം ഊട്ടിയ നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരും അവരിന്ന് ഖബറിലാണ്. പല ആൾക്കാരും എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും അവർ ആഗ്രഹിക്കുക? നമ്മുടെ മനസ്സിൽ പല ചിന്തകളും വരുന്നുണ്ട് അല്ലേ? എന്തായിരിക്കും അവർ ആഗ്രഹിക്കുക? ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമളാൻ. ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരോട് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കാൻ പറഞ്ഞാൽ അവരാഗ്രഹിക്കുക റമളാനിലെ ഒരു ദിവസത്തെ ഞങ്ങൾക്ക് മടക്കി കിട്ടണം. റമളാനിലെ ഒരു ദിവസം, റമളാൻ ഒരൊറ്റ ദിവസം, ഒരു ദിവസം ഞങ്ങൾക്ക് മടക്കി കിട്ടിയിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കും ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ. അത്രമാത്രം മഹത്വം റമളാനിൽ ഉണ്ട് എന്നാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ടായിരിക്കും സഹോദരങ്ങളെ? ഒരൊറ്റ മറുപടിയുള്ളൂ അതിന്. എന്തുകൊണ്ട് റമളാനിനെ എല്ലാവരും ആഗ്രഹിക്കുന്നു? വിശുദ്ധ റമളാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹജ്ജ് ഒഴികെ ബാക്കി എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന മാസമാണ് റമളാൻ. ഹജ്ജ് ഒഴികെ ബാക്കി എല്ലാ ഇബാദത്തും, സ്വതക്ക ചെയ്യാം, നോമ്പ് നോൽക്കാം, ഖുർആൻ ഓതാം, ഇഅ്തികാഫ് ഇരിക്കാം, അല്ലേ? എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഇത്, റമളാൻ മാസം. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ച, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിലെ ചർച്ച എന്താ അറിയോ? ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസമാണോ റമളാൻ മാസമാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? അപ്പൊ ദുൽഹിജ്ജയിലെ 10 ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. റസൂലുള്ളാഹി പറഞ്ഞത് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാ? അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണ്. എന്നാൽ പണ്ഡിത ലോകത്തെ ചർച്ച എന്താ അറിയോ? ദുൽഹിജ്ജയിലെ 10 ദിവസമാണോ റമളാൻ മാസമാണോ ഏറ്റവും മഹത്വമേറിയ ശ്രേഷ്ഠമേറിയ നാളുകൾ? സുന്ദരമായി കൊണ്ട് പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞൊരു വാചകമുണ്ട്. അവർ പറഞ്ഞു, റമളാനിലെ അവസാനത്തെ 10 രാത്രികളാണ്, റമളാനിലെ അവസാനത്തെ 10 രാത്രികളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളേക്കാൾ മഹത്വമുള്ളത്. ശരിക്കും മനസ്സിലാക്കണം, റമളാനിലെ അവസാനത്തെ 10 രാത്രികളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളേക്കാൾ മഹത്വമുള്ള രാത്രി. അതേപോലെ തന്നെ അവർ പറഞ്ഞു, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകളാണ് റമളാനിലെ പകലുകളേക്കാൾ മഹത്വമുള്ള പകൽ. അങ്ങനെയാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചത്. എന്തുകൊണ്ട് ദുൽഹിജ്ജയിലെ 10 ദിവസം മഹത്വമേറിയ ദിവസമായി? എല്ലാ ആരാധനകളും ഹജ്ജടക്കം സമ്മേളിക്കുന്ന മാസമാണ് ഏത് മാസം? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം. ദുൽഹിജ്ജ 8-ന്റെ അന്ന് ഹാജിമാർ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് അവർ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഹജ്ജിന് വേണ്ടി അവർ തൽബിയത്ത് ചൊല്ലി അവർ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മിനയിലും അതേപോലെ തന്നെ അറഫയിലും മുസ്ദലിഫയിലും ജംറകളിലുമൊക്കെയായി അവരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ, ഹജ്ജുൽ അക്ബർ അടക്കമുള്ള ദിവസങ്ങളുള്ള ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ദുൽഹിജ്ജയിലെ 10 പകലുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ, ലോകത്തുള്ള ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ. എന്നാൽ രാത്രികളിലോ അത് റമളാനിലെ അവസാനത്തെ 10 രാത്രികളാണ് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രികൾ. അങ്ങനെ
ഇങ്ങനെയുള്ള ഒരു മഹത്വമേറിയ എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന് ഉൾക്കൊള്ളണം. നമ്മൾ അത്രമാത്രം പ്രാധാന്യമുള്ള മാസത്തിലേക്ക്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ സമാഗതമാകുമ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുബശ്ശിറു അസ്ഹാബഹു. എന്താ പ്രയോഗം? കാന യുബശ്ശിറു അസ്ഹാബഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികളെ സന്തോഷവാർത്ത അറിയിക്കും. സന്തോഷവാർത്ത അറിയിക്കും. കാന യുബശ്ശിറു അസ്ഹാബഹു. നബി തന്റെ സ്വഹാബികളെ സന്തോഷവാർത്ത അറിയിക്കും. എപ്പോൾ? റമദാൻ സമാഗതമാകുമ്പോൾ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരൊറ്റ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസിനെ ബേസ് ചെയ്ത 10 പോയിന്റുകളാണ്. ഞാനിപ്പോൾ ഉദ്ധരിക്കുന്ന ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള 10 കാര്യങ്ങൾ. എന്താണ് നബി പറയുന്നത്? കാന യുബശ്ശിറു അസ്ഹാബഹു. അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബികളെ സന്തോഷവാർത്ത അറിയിക്കും. എന്താ സന്തോഷവാർത്ത? ഖദ് ജാഅകും ശഹ്റു റമദാൻ. ഇതാ നിങ്ങളിലേക്ക് റമദാൻ മാസം സമാഗതമായിരിക്കുന്നു. നിങ്ങളിലേക്ക് റമദാൻ മാസം സമാഗതമായിരിക്കുന്നു. ഷഹ്റുൻ മുബാറകുൻ. ബറക്കത്താക്കപ്പെട്ട മാസമാണത്. അത് ബറക്കത്താക്കപ്പെട്ട മുബാറക്കായ മാസമാണത്. ഫറദല്ലാഹു അലൈക്കും സിയാമഹു. ആ മാസത്തിൽ അല്ലാഹു നിങ്ങളുടെ മേൽ നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂല് സന്തോഷവാർത്ത അറിയിച്ചു. എന്താ സന്തോഷവാർത്ത? എന്താ? റമദാൻ എന്ന് പറഞ്ഞാൽ മുബാറക്കായ ബറക്കത്താക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ നല്ലവരായ ആദർശ സഹോദരങ്ങളോട് സഹോദരികളോട് സ്നേഹത്തോടെ ചോദിക്കാനുള്ളത്, നമ്മൾ റമദാൻ വരാം, കുറേ റമദാനുകളെ സ്വീകരിച്ച ആൾക്കാരാണ്. ഒരുപാട് റമദാനിൽ നോമ്പ് നോറ്റ ഞാനിവിടെ നോക്കുമ്പോൾ കാണാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും കുറച്ചൊക്കെ പ്രായമുള്ള 50, 60 വയസ്സുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. സഹോദരികളുടെ ഭാഗത്തുണ്ട് 50, ഒരു 10, 30, 40 ഒക്കെ റമദാനുകളെ ഓർമ്മയിൽ തന്നെ നോറ്റ ആൾക്കാരുണ്ടാകും, സ്വീകരിച്ച ആൾക്കാരുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, റമദാൻ സമാഗതമാകുമ്പോൾ ഈ വരാൻ പോകുന്നൊരു ബറക്കത്താക്കപ്പെട്ട മാസമാണ്. റമദാനിന്റെ ബറക്കത്തുകളൊക്കെ എനിക്ക് നേടണം എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചു. സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ നല്ലോണം ആലോചിക്കേണ്ട വിഷയമാണ്. റമദാനിന്റെ ബറക്കത്തുകൾ എനിക്ക് കിട്ടണം, അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് സന്തോഷ വാർത്ത അറിയിക്കണം സഹാബികളെ. ഇതാ നോമ്പ് നിങ്ങളിലേക്ക് വരികയാണ്. നോമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബറക്കത്താക്കപ്പെട്ട മാസമാണ്. എന്താണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നന്മയിൽ ഉണ്ടാകുന്ന വളർച്ചയും വർധനവും സ്ഥിരതയുമാണ്. നന്മയിൽ ഉണ്ടാകുന്ന വർധനവും പോരാ, സ്ഥിരത ഉണ്ടാകണം. അത് സ്ഥിരമായി നിൽക്കുന്നതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. പൈസ ഉണ്ടാകലല്ല, വീട് വെക്കലല്ല, അതൊക്കെ ബറക്കത്താണ്, സംശയമല്ല. മക്കളുണ്ടാകൽ ബറക്കത്താണ്, കുറേ മക്കളുണ്ടാകൽ ബറക്കത്താണ്, നല്ല ഭാര്യനെ കിട്ട ബറക്കത്താണ്, നല്ല ഭർത്താവിനെ കിട്ട ബറക്കത്താണ്, നല്ല വീട്, നല്ല വാഹനം, ഇതൊക്കെ ബറക്കത്താണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, 3 കാര്യങ്ങൾ മനുഷ്യന്റെ സൗഭാഗ്യമാണ്. 3 കാര്യങ്ങൾ മനുഷ്യന്റെ സൗഭാഗ്യമാണ്. നബി പറഞ്ഞു, നല്ല ഒരു ഭാര്യയെ കിട്ടാം, അതൊരു ബറക്കത്താണ്, സംശയമൊന്നുമില്ല. പക്ഷെ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നന്മയിലുണ്ടാകുന്ന വർധനവും സ്ഥിരതയുമാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. നബി പറഞ്ഞു, റമദാൻ നിങ്ങൾക്ക് ബറക്കത്താണ്. റമദാൻ ബറക്കത്താണ്. ഒരൊറ്റ വാചകം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. റമദാൻ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ബറക്കത്താണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഇതാ റമദാനിന്റെ സമീപത്തേക്ക് നമ്മൾ എത്തില്ലേ? ഒരു 10-14 ദിവസം കൂടെ, അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അവസരം നൽകും. അല്ലാഹു നൽകുമാറാകട്ടെ. ഒന്ന് മനസ്സിൽ തട്ടി പറഞ്ഞു നോക്കി, കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു തവണ ഖുർആൻ പൂർണ്ണമായി ഓതി തീർത്ത എത്ര ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്? ഒരു തവണ ഉണ്ടാകും, ഇല്ല എന്നല്ലേ പറഞ്ഞു. പക്ഷെ റമദാനിലോ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അള്ളാന്റെ ദീനിനെ സ്നേഹിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും റമദാനിൽ എന്ത് ചെയ്യും? ഖുർആൻ ഓതും. എത്ര വേണം ഓതും? 1 വട്ടം ഓതുന്നവരുണ്ട്, 2 വട്ടം, 3 വട്ടം, 4 തവണ ഓതുന്ന ആൾക്കാർ റമദാൻ. അതിന്റെ അർത്ഥം എന്താ? ഒരു മാസത്തിൽ ഖുർആനുമായി ബന്ധപ്പെടാനും ഓതാനും ഓതി തീർക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. അതാണ് റമദാൻ തെളിയിക്കുന്നത്. റമദാനിൽ നന്മകളിൽ വർധനവുണ്ടാകുന്നതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. നന്മകളിൽ വർധനവുണ്ടാകുന്നു, അതിൽ സ്ഥിരത ഉണ്ടാകുന്നു, അതാണ് ബറക്കത്ത്. എന്നാൽ റമദാൻ കഴിയുന്നതോടുകൂടെയോ ആ ബറക്കത്ത് നഷ്ടപ്പെടുന്നു, ആ നന്മയിലെ വർധനവ് പോകുന്നു. നമ്മൾ ഖുർആനിനെ അവഗണിക്കുന്നു, ഖുർആനെ മാറ്റിവെക്കുന്നു, ഓതുന്നില്ല എന്നല്ല, വളരെ കുറവാണ്, വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു, റമദാൻ ബറക്കത്താണ് എന്ന് പറഞ്ഞാൽ
അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാ റമദാൻ മാസം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, ബറക്കത്താണ്. എന്തിലൊക്കെയാണ്? ഞാനെന്താ പറഞ്ഞത്? 10 പോയിന്റുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, കൂടുതൽ സംസാരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ആയത്താണ് നോമ്പിന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ ബർക്കത്ത് സഹോദരങ്ങളെ, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ബർക്കത്ത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുക അതൊരു ചെറിയ കാര്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. എന്താ പ്രയോഗം? എന്താ? ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഈ ആയത്ത് എങ്ങനെ തുടങ്ങുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസം സ്വീകരിച്ചവരെ, വിശ്വാസികളായ ആളുകളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. നമുക്ക് മാത്രമല്ല, ഇന്നലകളിൽ കഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ നോമ്പ് നിർബന്ധമാണ്. അതേപോലെ നമുക്ക് നോമ്പ് നിർബന്ധമാണ്. എന്തിനാ അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി, നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ വേണ്ടി. അപ്പൊ നോക്കൂ, നിങ്ങൾ നോമ്പിന്റെ ഒരു ബർക്കത്ത് എന്താ? നോമ്പിലൂടെ നമുക്ക് ഭക്തിയുള്ളവരാകാൻ പറ്റും. നോമ്പിലൂടെ നമുക്ക് തഖ്വയുള്ള ആളുകളാകാൻ പറ്റും. മനസ്സിലായില്ലേ? അത് ചെറിയ കാര്യമില്ല, നമ്മളതിനെ ഗൗരവമായി മനസ്സിലാക്കണം. നോമ്പിലൂടെ ഏതൊരു മനുഷ്യനും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു ബലം, ഒരു കരുത്ത് ലഭിക്കുന്നത്. സാധാരണ നോമ്പല്ലാത്ത മാസങ്ങളിലുള്ള ഒരു പ്രത്യേക ശ്രദ്ധ, പാപങ്ങളിൽ അകന്നു നിൽക്കുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും അത് ബർക്കത്താണ്. അതാണ് നോമ്പിന്റെ ബർക്കത്ത്. ഒന്നാമത്തെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവുമായി കൊണ്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ മനസ്സിനൊരു ശാന്തിയും ഒരു സ്വസ്ഥതയൊക്കെ എന്ത് ചെയ്യുന്നു? റമദാനിൽ നമുക്ക് കടന്നു വരുന്നു. നോമ്പിനെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ ബർക്കത്ത് കിട്ടും. നോമ്പിനെ ഉൾക്കൊള്ളുന്ന നോമ്പിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ബർക്കത്ത് ലഭിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തെ ബർക്കത്ത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ബർക്കത്ത് എന്താ? നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ബർക്കത്ത് എന്താ? മഹാനായ ഉത്ബത്ത് ബിൻ ഫർഖദ് റളിയല്ലാഹു അൻഹു. ഉത്ബത്ത് ബിൻ ഫർഖദ് എന്ന് പറഞ്ഞാൽ പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി അർഫജ എന്ന പേരുള്ള ഒരു താബിയായ പണ്ഡിതനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കൂടെ വരുന്നത്. ഉത്ബത്ത് ബിൻ ഫർഖദിന്റെ സമീപത്തേക്ക് അർഫജയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും രോഗിയാണ്. രോഗിയെ കാണാൻ വേണ്ടി വന്നാണ്. സ്വാഭാവികമായി രോഗിയെ കാണാൻ വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ അവർ പാലിച്ചു. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സമാധാനത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെ ആ റൂമിൽ തന്നെ, രോഗിയുള്ള അതേ റൂമിൽ ഈ കൂട്ടുകാരെല്ലാവരും മാറി ഒരു സ്ഥലത്തേക്ക് മാറി. എന്നിട്ട് അവരിങ്ങനെ സംസാരിക്കാൻ, അവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സംസാരിക്കുന്നത് കേട്ടപ്പോ മഹാനായ ഉത്ബത്ത് ബിൻ ഫർഖദ് ചോദിച്ചു, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ എന്റെ സമീപത്ത് നിന്ന് മാറി എന്താണ് ഇങ്ങനെ ഗൗരവമായി നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്ന വിഷയം എന്താ? അപ്പൊ അർഫജ പറഞ്ഞു, റമദാൻ, ഞങ്ങൾ റമദാനിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ്, റമദാനിനെ കുറിച്ച് ഇങ്ങനെ പറയണം, റമദാനിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഉത്ബത്ത് ബിൻ ഫർഖദ് അവരോട് പറഞ്ഞൊരു വാചകം എന്താ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റമദാനിനെ കുറിച്ചല്ല പറയുന്നത്, നബി പറയുന്നത് ഞാൻ കേട്ടു. എന്താ നബി പറഞ്ഞത്? യഖൂലു, പ്രവാചകൻ പറഞ്ഞു, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന വതുഗ്ലഖു അബ്വാബുൻ നാർ. റമദാൻ സമാഗതമായാൽ സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കും, നരകത്തിന്റെ കവാടം അടക്കും. നബി പറയുന്നത് ഞാൻ കേട്ടു. ഇത് റമദാന്റെ ബർക്കത്താണ്. റമദാനിന്റെ ബർക്കത്താണ്. സ്വർഗ്ഗത്തിന്റെ കവാടം മലർക്ക തുറന്നിട്ടുണ്ട്. ഇതൊരു ഓഡിറ്റോറിയമാണ് അല്ലേ? ഈ ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റ് ഉണ്ട്. ഈ ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റ് തുറന്നിട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വരാം. നമ്മുടെ വിജ്ഞാനവേദിന്റെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് അല്ലെ? പല രീതിയിൽ അതിന്റെ പബ്ലിസിറ്റി നടന്നിട്ടുണ്ട്. ഇവിടെയാണ് പ്രോഗ്രാം. അപ്പൊ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അതിന്റെ ഗേറ്റ് തുറന്നിട്ടാൽ അതിലൂടെ ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ പരിപാടി സ്ഥലത്തേക്ക് വരാം. റമദാനിൽ അല്ലാഹു നൽകുന്ന ഒരു ബർക്കത്ത്. സ്വർഗ്ഗത്തിന്റെ വാതിലവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. സ്വർഗ്ഗത്തിന്റെ വാതിൽ ഓപ്പണാണ്. അതിലൂടെ കയറണോ വേണ്ടേ നമ്മളെ തീരുമാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ വാതിൽ അവിടെ തുറന്നു വെച്ചു. എന്തിന്? വന്നോളൂ, ഈ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ എന്ന് നമ്മളോട് അല്ലാഹ് പറയുന്നു. പോണോ പോണ്ടേ അത് നമുക്ക് തീരുമാനിക്കാം.
ആ റമദാനിലൂടെ റബ്ബ് തുറന്നു വെച്ച സ്വർഗത്തിന്റെ കവാടം കടന്ന് ആ സ്വർഗീയമായ ലോകത്തേക്ക് പ്രവേശിക്കാനാണ് വിശ്വാസികളായി നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബർക്കത്താണ് ഏത്? സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹ് നമുക്ക് തുറന്നു വെച്ചു. സഹോദരങ്ങളെ, ഈ ഹദീസൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം, പടച്ചോനെ റബ്ബെനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നിട്ട് ഞാൻ എന്താണ് ആ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്? സ്വർഗത്തിൽ 8 കവാടം ഉണ്ട്, 8 കവാടം. ആ 8 കവാടങ്ങൾ മാടി വിളിക്കുന്ന ആൾക്കാരുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ ആ 8 കവാടം സ്വർഗം ഇങ്ങനെ മാടി വിളിക്കുക, ഇങ്ങോട്ട് വരും. സ്വർഗത്തിൽ ആദ്യം കിടക്കുന്ന ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗത്തിന്റെ വാതിലിൽ ചെന്ന് നബി മുട്ടുമെന്നാണ്. വിചാരണയൊക്കെ കഴിഞ്ഞ് ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഒന്നാമതായി സ്വർഗത്തിലേക്ക് കടക്കാൻ നബിയാണ്, നമ്മുടെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽ മുട്ടുമ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരൻ ചോദിക്കും, ആരാണ് ഈ വാതിൽ മുട്ടുന്നത്? നബി പറയും, ഞാൻ മുഹമ്മദാണ്. അപ്പൊ ആ കാവൽക്കാരൻ പറയും, അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ട്, അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ട്, മുഹമ്മദിന്റെ മുമ്പിലാണ് ഈ വാതിൽ ആദ്യം തുറക്കേണ്ടത്. അതറിയാൻ വേണ്ടി ചോദിച്ചതാണ്. സ്വർഗത്തിന്റെ കവാടം തുറക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കും. ആ സ്വർഗത്തിൽ നമ്മൾ കടക്കണം, ആ സ്വർഗത്തിലേക്ക് നമ്മൾ പോകണം. ഇനെന്താ വേണ്ടത്? അല്ലാഹ് ഇതാ റമദാൻ മാസത്തിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരുന്നു. നേരാനുള്ള പണി നമ്മൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അധ്വാനം നമ്മൾ ഓരോരുത്തരും നടത്തും. മനസ്സിലായി? അതുകൊണ്ട് തന്നെ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസിയെ തെറ്റുകളിൽ നിന്ന് തടയുന്ന മാസം, നന്മകളിലേക്ക് നമ്മളെ തള്ളിവിടുന്ന മാസം റമദാൻ. ആ റമദാനിൽ റബ്ബ് തുറന്നു വെച്ച സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ ആ സ്വർഗപ്രവേശനത്തിന് അർഹരാകുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് രണ്ടാമത്തെ ബർക്കത്ത്. മൂന്നാമത്തെ ബർക്കത്ത് എന്താ? നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പലതവണ തീരുമാനം, ഞാൻ എന്തായാലും നന്നാവും. നമ്മുടെയൊക്കെ ആഗ്രഹമാണ് നന്നാകണം, നല്ല മനുഷ്യനാകണം. ഈ ചിന്ത അല്ലാത്ത ആരാ നമ്മുടെ കൂട്ടത്തിൽ? എല്ലാവർക്കും ഈ ആഗ്രഹമുണ്ട്. പക്ഷേ എത്ര ആഗ്രഹിച്ചിട്ടും വിചാരിച്ചതുപോലെ നന്നാകാൻ പറ്റണില്ല, ആഗ്രഹിക്കുന്നത് പോലെ നന്നാകാൻ പറ്റുന്നില്ല. അതിൽ പണ്ഡിതന്മാരുണ്ട്, അതിൽ സാധാരണക്കാരുണ്ട്, എല്ലാ മനുഷ്യന്മാരുടെ അവസ്ഥ. എത്രയോ ആളുകൾ അവരൊക്കെ വന്ന് കരഞ്ഞു പറയും, എത്ര വിചാരിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും നന്നാകാൻ പറ്റുന്നില്ല. ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസ്, ഒരു കുടുംബ പ്രശ്നമാണ്. ആ കുടുംബ പ്രശ്നത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ കുടുംബത്തിലെ കുടുംബനാഥൻ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രായം. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഒരു തരത്തിലും ഒരു നല്ല ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല. ശാരീരിക ബന്ധമല്ല, അത്തരം ബന്ധങ്ങൾക്കൊന്നും അയാൾക്ക് കഴിയുന്നില്ല. അയാളൊരു സ്വയംഭോഗത്തിന് അടിമയാണ് മനുഷ്യൻ. എത്രയോ തവണ അയാൾ നമ്മുടെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്താലും അയാൾ അങ്ങനെ അതിലേക്ക് എത്തിപ്പെടും. അതൊരു വല്ലാത്തൊരു പ്രയാസമാണ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ എത്ര തന്നെ നല്ലവരാകണമെന്ന് വിചാരിച്ചാലും ആ നന്മകളിലേക്ക് കടന്നു പോകാൻ പറ്റാതെ തിന്മകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. സഹോദരങ്ങളെ, അവിടെയാണ് റമദാനിന്റെ ബർക്കത്ത്, അടുത്ത ബർക്കത്ത്. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, റമദാൻ മാസം എന്ന് പറഞ്ഞാൽ സുഫിദത്തി ശയാത്തീൻ, പിശാചിനെ ബന്ധിക്കണ മാസം. പിശാചിനെ ബന്ധിക്കണം. ഏത് തെറ്റുകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കരുത്ത് നൽകുന്ന മാസമാണ് റമദാൻ മാസം. നമ്മൾ പരിശോധിച്ചോളി, ഇല്ല എന്നായിരിക്കും പറയാൻ പറ്റും. ഒരു നല്ല ഹൃദയമുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, റമദാൻ നമ്മളെ പാപങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന എന്തുകൊണ്ടാണ്? നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന പിശാചിനെ റബ്ബ് തടഞ്ഞു വെച്ച ബന്ധിപ്പിച്ച മാസമാണ് റമദാൻ മാസം. ആരായി പിശാച്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, യാ അയ്യുഹന്നാസു ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, യാ അയ്യുഹന്നാസു ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വൻ മുബീൻ. ഇതൊരു പ്രയോഗം അറിയോ? ഇന്നഹു ലകും അദുവ്വൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആരെ കുറിച്ചാ പറയുന്നത്? ശൈത്താനെ കുറിച്ച് അല്ല നമുക്ക് പറഞ്ഞു തരാം. പിശാചുകളുടെ വ്യക്തമായ ശത്രുവാണ് കേട്ടോ. നോക്കൂ നിങ്ങൾ, അതിന്റെ ആദ്യത്തെ പ്രയോഗം, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, നിങ്ങൾ ഹലാലായത് ത്വയ്യിബായത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ ഒരു നിയമമാണ്, നിങ്ങൾ ഹലാലും ത്വയ്യിബായത് ഭക്ഷിക്കാൻ പാടുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്താ ഈ ഹലാലും ത്വയ്യിബ് എന്നുള്ളത്? എന്താണ് ഈ ഹലാൽ, എന്താണ് ഈ ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ? ഹലാലിന്റെ വാക്കർത്ഥം എന്താ? അനുവദനീയ എന്നാണ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. എന്നാൽ അല്ലാഹ് പറയാണ്, നിങ്ങൾ നല്ലതും
അനുവദനീയമായത് കഴിക്കാൻ പാടില്ല. ഞാൻ ഉദാഹരണം പറയും. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു വാഴ നട്ടു എന്ന് വിചാരിക്കും. ഒരു വാഴ നട്ടു എൻ്റെ വീട്ടിൽ, എൻ്റെ പറമ്പിൽ ഞാൻ നട്ടതാണ്. ഞാനതിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് വളർന്ന് വലുതായി. വാഴ വളർന്നാൽ അതിൽ നിന്നൊരു വാഴക്കൊല ഉണ്ടാവും അല്ലേ? അതിന് വാഴക്കൊല ഉണ്ടായി. ഞാനൊരു ദിവസം നോക്കുമ്പോൾ അത് പഴുത്തിട്ടുണ്ട്. അപ്പം ഞാനതിനൊരു ഒരു വാഴപ്പഴം ഞാൻ പറിച്ചിട്ട് ഞാൻ കഴിച്ചു. ബിസ്മി ചൊല്ലി ഞാൻ കഴിച്ചു. എന്നെ സംബന്ധിച്ചത് ഹലാലുമാണ്, തൊയ്യിബുമാണ്. ഹലാലുമാണ്, തൊയ്യിബാണ്. കാരണം ഞാൻ നട്ടതാണ്, അതനുബന്ധി എൻ്റെതാണ്. പിന്നെ അത് കഴിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല, കേട് വന്നിട്ടില്ല. അത് തൊയ്യിബാണ്, നല്ലതാണ്, എനിക്ക് കഴിക്കാം. എന്നാൽ ഈ സദസ്സിൽ ഏതെങ്കിലും ഒരാൾ എൻ്റെ പറമ്പിൻ്റെ മുന്നിൽ കൂടി പോവുകയാണ്. അയാൾക്ക് എൻ്റെ പറമ്പിലെ വാഴപ്പഴം അയാൾ കണ്ടു. അയാൾക്കത് തൊയ്യിബാണ്. അയാൾക്ക് എന്തല്ല, അത് ഹലാലല്ല. ഹലാലാകണമെങ്കിൽ ഞാൻ അനുവദിക്കണം. അതേപോലെ തന്നെ ഞാൻ തന്നെ ഒരു ദിവസം എൻ്റെ പറമ്പിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ വാഴപ്പഴം കണ്ടു. അത് കേട് വന്നിട്ടുണ്ട്, ചീഞ്ഞിട്ടുണ്ട്. എനിക്ക് ഹലാലാണ്, പക്ഷെ എനിക്കത് തൊയ്യിബല്ല. ഇത്രമാത്രം സുന്ദരമായ പ്രയോഗം. ഹലാലും തൊയ്യിബുമായത് നിങ്ങൾ ഭക്ഷിക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞു, വലാ തത്തബിഊ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ കാലടികൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഇന്നഹു ലകും അദുവൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. വ്യക്തമായ ശത്രുവായ പിശാചിനെ അല്ലാഹു തടഞ്ഞു വെക്കുന്ന മാസമാണ് ഏത് മാസം? റമദാൻ മാസം. എന്താ പിശാച് അല്ലാഹുവോട് പറഞ്ഞത്? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അല്ലാഹുവോട് പിശാച് പറഞ്ഞ വാചകമാണ്. എന്താ പറഞ്ഞ വാചകം? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അല്ലാഹുവേ, നിന്റെ ദാസന്മാർ നേരായ വഴിയിലൂടെ അടിവരയിടണം, അടിവരയിട്ട് മനസ്സിലാക്കണം. സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുമ്പോൾ, നേർവഴിയിൽ സഞ്ചരിക്കുമ്പോൾ അവരെ വഴി തെറ്റിക്കാൻ വേണ്ടി, അവരെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ നേരായ വഴിയിൽ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും. അള്ളാഹുവോട് പിശാച് പറയാണ്, ഞാൻ നിന്റെ ദാസന്മാർ നേരിന്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അവരെ വഴി തെറ്റിക്കാൻ കാത്തിരിക്കും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. പിശാച് പറഞ്ഞ വാചകമാണ്. എന്താ അദ്ദേഹം പറയുന്നത്? ഞാൻ അവരിലേക്ക് വരും, അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, അവരുടെ വലതുവശത്തിലൂടെ, ഇടതുവശത്തിലൂടെ, എല്ലാ വഴികളിലൂടെയും ഞാൻ മനുഷ്യരിലേക്ക് ചെന്ന് അവരെ വഴി തെറ്റിക്കും, അവരെ തിന്മയിലേക്ക് ഞാൻ കൊണ്ടുപോകും. അപ്പൊ അല്ലാഹു പറഞ്ഞൊരു വാചകം എന്താ? നിനക്ക് അവരെ വഴി തെറ്റിക്കാൻ പറ്റില്ല. നിനക്ക് എൻ്റെ ഇബാദുൻ മുഖ്ലിസീങ്ങളായ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള ആൾക്കാരെ നിനക്ക് ഒരിക്കലും വഴി തെറ്റിക്കാൻ പറ്റില്ല. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ ഇങ്ങനെ മനുഷ്യന്റെ പിറകെ കൂടുന്ന പിശാചിനെ പടച്ച തമ്പുരാൻ ബന്ധിക്കുന്ന മാസമാണ് റമദാൻ മാസം. അതൊരു ബറക്കത്താണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ റമദാനെ സ്വീകരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കണമെന്ന് വിചാരിച്ച എല്ലാ തിന്മകളെയും ഒഴിവാക്കാൻ എനിക്ക് കരുത്തു നൽകുന്ന മാസത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല, എൻ്റെ റബ്ബെനിക്ക് നൽകിയ ഒരു ബറക്കത്താണ്. അശ്ലീലതകൾ കാണുന്നവരുണ്ടോ? തോന്നിവാസങ്ങൾ കാണുന്നവരുണ്ടോ? നമ്മൾ ഇന്റർനെറ്റിന്റെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരുടെയും കൈകളിൽ നിന്ന് സ്മാർട്ട് ഫോണുകൾ കൊണ്ട് സമ്പന്നമാണ് എല്ലാവരും. പലതും കാണുന്നു, പലതും കേൾക്കുന്നു. ആ കാഴ്ചകൾ ഹറാമാണോ ഹലാലാണോ? പ്രിയപ്പെട്ടവരെ, ഹറാമുകൾ കാണുന്നവരാണ് എങ്കിൽ, മോശമായ കാഴ്ചകളുടെ പിറകെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, കണ്ണിനെ പിടിച്ചു വെക്കാൻ സാധിക്കുന്ന മാസമാണ് റമദാൻ. കാതുകളെ നല്ലത് കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന മാസമാണ് റമദാൻ മാസം. അതാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റമദാൻ എന്നൊരു ബറക്കത്താക്കപ്പെട്ട മാസമാണ്. പിശാചിനെ ബന്ധിച്ച് നല്ലത് ചെയ്യാൻ നമുക്ക് കരുത്ത് നൽകുന്ന മാസമാണ് നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്ന മാസമാണ്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരും, നമ്മുടെ തെറ്റുകൾ പുറത്തു തരുന്ന മാസമാണ്. അതൊരു ചെറിയ കാര്യമാണ് സഹോദരങ്ങളെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇതുവരെയുള്ള സമയം എടുത്തു നോക്കും നിങ്ങൾ. ഒരു 6-7 മണിക്കൂർ 10 മണിക്കൂർ നോക്കില്ലേ? എന്തൊക്കെ നമ്മൾ പറഞ്ഞു, എന്തൊക്കെ നമ്മൾ കണ്ടു, എന്തൊക്കെ നമ്മൾ കേട്ടു, എന്തൊക്കെ നമ്മൾ ചിന്തിച്ചു. എത്ര തിന്മകൾ ഈ ഒരൊറ്റ ദിവസം എടുത്താൽ. ഞാനൊക്കെ സാധാരണ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് പറയും, പിന്നെ നമ്മുടെ ഒരു 10 മുതൽ 15, 20 വയസ്സ് വരെയുള്ള കുട്ടികളോട് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ഭാഗത്തിൽ ഒരു മധ്യത്തിലൊരു വര വരച്ച് ഇന്ന് ചെയ്ത നന്മകളെ ഒന്ന് രേഖപ്പെടുത്തുകയും ഇന്ന് ചെയ്ത തിന്മകളെ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്താൽ ഏതെങ്കിലും കൂടുതൽ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മനസ്സുകൊണ്ടൊക്കെ പലതരത്തിലുള്ള തിന്മകൾ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ തിന്മകൾ കഴുകിക്കളയാൻ, ആ
ആ തിന്മകളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാസമാണ് റമദാൻ മാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് അസ്സലവാത്തുൽ ഖംസു വൽ ജുമഅതു ഇലൽ ജുമഅ വറമദാനു ഇലാ റമദാൻ. രണ്ട് ജുമഅകൾക്കിടയിൽ, രണ്ട് ജുമഅയിൽ ഒരാൾ പങ്കെടുക്കും എങ്കിൽ അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ അത് കാരണം അല്ലാഹു പുറത്തു കൊടുക്കും. 5 നേരത്തെ നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യൻ, അവൻ 5 നേരം നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ ഇടയിൽ സംഭവിക്കുന്ന തെറ്റുകൾ അവന്റെ നമസ്കാരം കാരണം അല്ലാഹു പുറത്തു കൊടുക്കും. റമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന. 2 റമദാനുകളിൽ ഒരാൾ നോമ്പ് നോറ്റു, 2 റമദാനുകളിൽ ഒരാൾ നോമ്പ് നോറ്റാൽ ആ 2 റമദാനുകൾക്കിടയിലുള്ള പാപങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കും. എത്ര വലിയ സൗഖ്യമാണ്! 2 റമദാനിനെ നമ്മൾ സ്വീകരിച്ചാൽ ആ 2 റമദാനിന്റെയും ഇടയിലെ പാപങ്ങൾ അല്ലാഹു പുറത്തിരുന്നു. നമ്മളെല്ലാ റമദാനിൽ കേൾക്കുന്ന ഹദീസ് എന്താ? മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരുപക്ഷേ ഈ ഹദീസ് മനപ്പാഠമായിരിക്കും, നമുക്ക് കാണാപ്പാഠം അറിയുന്ന ഹദീസായിരിക്കും. എന്താ ഈ ഹദീസിന്റെ അവസാനത്തെ വാചകം? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന്റെ മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ആർക്കാ? മൻ സാമ റമദാന, റമദാനിൽ നോമ്പ് നോറ്റ ആളുകൾ, ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടെ വഹ്തിസാബോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റ ആളുകൾ, അവരുടെ മുൻപ് കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. മറ്റൊരു ഹദീസ് എന്താ? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. റമദാനിൽ ആരെങ്കിലും രാത്രിയിൽ നമസ്കരിച്ചു ഈമാനോടുകൂടെ ഇഖ്ലാസോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ അവന്റെ മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അതാ റമദാന്റെ മഹത്താണത്, റമദാന്റെ ബറക്കത്താണത്. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ റബ്ബ് നമുക്ക് നൽകുന്നൊരവസരം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന്, നമുക്ക് മാപ്പ് നൽകുന്ന റബ്ബാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാപ്പ് നൽകുന്ന ഒരു റബ്ബ് നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളുടെ ഒരു ചരിത്രം വായിച്ചത്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ, 2 ആൾക്കാർ, അവർ 2 നല്ല കൂട്ടുകാരാണ്, നല്ല മനുഷ്യന്മാരാണ്, നല്ല സഹോദരങ്ങളാണ്. അതിൽ ഒരാളുടെ പ്രത്യേകത, അയാൾ മുദ്രിബാണ്, അയാൾ പാപം ചെയ്യുന്ന മനുഷ്യൻ. എപ്പോഴും ഒരു അവസരം കിട്ടിയാൽ അയാൾ തെറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. രണ്ടാമത്തെ ആളോ, അയാൾ മുജ്തഹിദാണ്, ആരാധനകൾ വർദ്ധിപ്പിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ ഈ മുജ്തഹിദും പാപിയുമായ 2 മനുഷ്യന്മാർ, ആ 2 ആളുകൾ അവര് പിന്നെ നല്ല സൗഹൃദത്തിൽ കഴിയും. ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യര് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഉടനെ നല്ല മനുഷ്യൻ പറയും, എടാ സുഹൃത്തെ, തെറ്റ് ചെയ്യല്ലേ, പുറക്ക് പാപം ചെയ്യല്ലേ എന്ന് ഇയാൾ അങ്ങനെ ഉപദേശിക്കും. തെറ്റ് ചെയ്യുന്ന മനുഷ്യന് അതാ തെറ്റ് ചെയ്യുന്ന മനുഷ്യന് തീരെ ഇഷ്ടമല്ല. തന്റെ സുഹൃത്താണ്, കൂട്ടുകാരൻ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എന്നോട് അക്സിർ കുറക്കണം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യല്ലേ എന്ന് അയാൾക്ക് ഇഷ്ടേ അല്ല. അങ്ങനെ ഒരു ദിവസം അയാൾക്ക് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, എന്റെ പൊന്നു ചങ്ങാതി, എന്തിനാ നീ പാപം ചെയ്യുന്നു? ഈ പാപം ചെയ്യല്ലേ, നീ തെറ്റിൽ നിന്ന് പിന്തിരിയൂ. ഉടൻ അയാൾ ചോദിച്ചു, ആ പാപിയായ മനുഷ്യൻ ചോദിച്ചു, അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കാര്യം നോക്കാൻ നിന്നെ ഏൽപ്പിച്ചു, എന്റെ കാര്യം നോക്കാൻ നിന്നോട് പറഞ്ഞു, എന്നെ എന്റെ റബ്ബിന് എന്റെ വഴി, റബ്ബ് എന്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു നിരീക്ഷകനായി നിന്നെ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എന്റെ കാര്യം നീ നോക്കണ്ട എന്നൊരു വാചകം ആര് പറഞ്ഞു? തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ പറഞ്ഞു. അത് കേട്ട ഉടനെ ആ നല്ല മനുഷ്യർ വാചകം പറഞ്ഞു. അയാൾ പറഞ്ഞ മറുപടി എന്താ? അല്ലാഹുവാണ് സത്യം, നീ എന്താ എന്നോട് പറഞ്ഞത്? നിന്റെ കാര്യം നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നല്ലേ? നീ തെറ്റ് ചെയ്തപ്പോൾ തെറ്റ് ചെയ്യല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചെറിയ കാര്യമല്ല. പക്ഷേ നീ എന്നെ ആക്ഷേപിച്ചു. നീ പറഞ്ഞത് എന്താ? എന്റെ കാര്യം നോക്കാൻ നിന്നെ എന്റെ റബ്ബ് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നല്ലേ? അതുകൊണ്ട് അല്ലാഹുവാണ് സത്യം. അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരില്ല, അല്ലാഹു നിനക്കൊരിക്കലും മാപ്പ് നൽകില്ല, അല്ലാഹു നിന്നെ സ്വർഗത്തിലേക്ക് ഒരിക്കലും പ്രവേശിപ്പിക്കുകയുമില്ല. ആ നല്ല മനുഷ്യൻ പറഞ്ഞ വാചകമാണ്. ഹദീസിൽ കാണാം, ഒരു 2 ആൾ അവരുടെ സമയത്തിൽ അവർ 2 ആളും മരിച്ചു. 2 ആളെയും പടച്ചവൻ സ്വർഗത്തിൽ കൊണ്ടുവന്നു, പരലോകത്ത് കൊണ്ടുവന്നു. 2 ആൾ വിചാരണ നടത്തി. അപ്പൊ ഈ അള്ളാഹുവിനെ കുറിച്ച് ഒരു വാചക ഇയാൾ പറഞ്ഞല്ലോ, അള്ളാഹുവാണ് സത്യം, അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തുവരില്ല എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യനോട്, ആ നല്ലത് പറഞ്ഞ മനുഷ്യനോട് പടച്ചവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ല ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ നീ ആരാ? ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് പറയാൻ നീ ആരാ? റബ്ബിന്റെ ചോദ്യമാണ്. എന്റെ കാര്യത്തിൽ എന്നെ കുറിച്ച് ഞാൻ വിചാരിക്കാത്തത് പറയാൻ നിനക്ക് എവിടുന്ന് അതിന്റെ അറിവോടുന്ന കിട്ടിയത്? അയാൾ അല്ലാഹു നരകത്തിലേക്ക് കിട്ടുന്നു. ആ നല്ലത് ചെയ്തിരുന്ന മനുഷ്യൻ
അയാളെ നരകത്തിലേക്ക് ഇടുക. പണ്ഡിതന്മാർ പറഞ്ഞ അയാൾ അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. കാരണം അള്ളാഹ് മാപ്പ് നൽകുന്നവനാണ്, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. ഞാൻ ഇതെന്തിനാ ഈ ചരിത്രം ഞാൻ എന്തിനാ പറഞ്ഞറിയോ? റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കും, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുന്ന മാസം. ആ മാപ്പ് നൽകുന്ന റബ്ബുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും കഴുകിക്കളയാൻ പറ്റണം. ഒരു റമദാൻ സമാഗതമാകുമ്പോൾ അല്ലാഹു റസൂൽ ഒരിക്കൽ മിമ്പറുമൊക്കെ അറിയാം, ചരിത്രമൊക്കെ അറിയാം. നബി മിമ്പറിൽ കയറി ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആമീൻ പറഞ്ഞു, രണ്ടാമത്തതിലും മൂന്നാമത്തതിലും പറഞ്ഞു ആമീൻ ആമീൻ. സ്വഹാബികൾ വിശദീകരണം ചോദിച്ചു, എന്താ നബി പറഞ്ഞത്? അല്ലാഹു റസൂൽ പറഞ്ഞ വാചകം എന്താ? ജിബ്രീൽ പ്രാർത്ഥിച്ചു ഒരു റമദാനിൽ ലഭിച്ചിട്ട് ആ റമദാൻ കൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാത്തവരുണ്ട് എങ്കിൽ അവർ നശിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്. എന്നതിന്റെ അർത്ഥം റമദാന് കിട്ടിയാലേ പാപം കഴുകിക്കളഞ്ഞ് പരിശുദ്ധരാകാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധരാകാൻ വേണം, നമുക്ക് പറ്റണം. അതുകൊണ്ട് തന്നെ എന്തു വേണം? പാപമോചനം തേടുന്ന, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന ആൾക്കാരെ പറഞ്ഞ ഒരു ചരിത്രം കൂടി പറയാം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. ഒരു നാട്ടിലേക്ക് അദ്ദേഹം പോവുകയാണ്. രാത്രിയായപ്പോൾ അദ്ദേഹം ചെയ്തു ഒരു പള്ളി കണ്ടോടെ നമസ്കരിക്കാൻ വേണ്ടി കയറി. അപ്പൊ രാത്രി പള്ളിയിൽ കൂടാമെന്ന് അയാൾ വിചാരിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഇമാം അഹ്മദാണ് എന്നൊന്നും പള്ളിയിലുള്ള മനുഷ്യന്മാരോട് പറഞ്ഞു. അവർക്ക് അറിയില്ല, അവർക്ക് പരിചയമില്ലാത്ത പിന്നെ ഒരാളായിക്കൊണ്ടാണ് അവർ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കാണുന്നത്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയി, വീടുകളിലേക്ക് പോയി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പള്ളിയിൽ കിടന്നു. അപ്പൊ പള്ളി നോക്കുന്ന മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ അവിടെ കിടക്കുന്നത്? പള്ളി അടക്കണം, ഇത് വീട്ടിൽ പോകണം, നിങ്ങളിവിടെ പള്ളി കിടക്കാൻ പാടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പള്ളിയിൽ ആൾ പുറത്താക്കി. അപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞില്ല, ഞാൻ ഇമാം അഹ്മദാണ്, ഞാനൊരു വലിയ പണ്ഡിതനെ ഒന്നും പറഞ്ഞു. അദ്ദേഹം മിണ്ടാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങി തൻ്റെ സഞ്ചിയൊക്കെ എടുത്ത് അദ്ദേഹം പുറത്തിറങ്ങി നടന്നു. അദ്ദേഹം ഇങ്ങനെ നടക്കുന്നതിന് സമീപത്ത് ആ പള്ളിയുടെ കുറച്ചപ്പുറത്തൊരു ലൈറ്റ് കണ്ടൊരു വെളിച്ചം കണ്ടു. അതൊരു ഖുബുസിന്റെ കടയാണ്, റൊട്ടി ഉണ്ടാക്കുന്ന കടയാണ്, റൊട്ടി ഉണ്ടാക്കുന്ന മനുഷ്യന്റെ കടയാണ്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ റൊട്ടിക്കടയുടെ സമീപത്തേക്ക് ചെന്നു. അപ്പൊ അവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കവിതയിൽ വളരെ സുന്ദരമായി അത് പ്രയോഗിക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അതിങ്ങനെ പറയാണ്. ആ പറയുന്നതിന്റെ കൂടെ അയാൾ റൊട്ടി എങ്ങനെ അതിന്റെ നമ്മൾ പൊറാട്ടക്കടിക്ക് നമ്മൾ കണ്ടത് ഇങ്ങനെ ഉരുളയാക്കുമല്ലോ, അതിനെ വളരെ വളരെ സുന്ദരമായി കൊണ്ട് കവിതയിൽ വിശദീകരിക്കുന്നു. എനിക്ക് വല്ലാതെ പാട്ടോടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ മേഖലയ്ക്ക് പോയില്ല. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആ കാഴ്ച കുറേ നേരം ഇങ്ങനെ നോക്കി. നമുക്ക് വല്ലാത്ത സന്തോഷം. കൂടെ അയാൾ അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് ചെന്ന് സലാം പറഞ്ഞു. അവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അയാളെ പരിചയപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാനൊരു റൊട്ടി ഉണ്ടാക്കുന്ന ആളാണ്, ഇയാളുടെ ബിസിനസ് ഇതാണ്. അപ്പൊ ഇമാം അഹ്മദ് ചോദിച്ചു, നിങ്ങളിങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് നിങ്ങൾ കുറേ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താ നേട്ടം ഉണ്ടായത്, എന്ത് പ്രയോജനം ഉണ്ടായത്? സഹോദരങ്ങളെ, അയാൾ കൊടുത്തൊരു മറുപടി അയാൾ പറഞ്ഞു, ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ എന്ത് ചോദിച്ചാലും പടച്ചോനിക്ക് നൽകും, അള്ളാഹിനോട് ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും പടച്ചോനിക്ക് നൽകും. നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് കൊടുത്തു നോക്കി. എന്ത് പ്രശ്നമുണ്ടോ പരിഹാരമാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് നോക്കി. നിങ്ങൾ ഖുർആനിലും ഹദീസിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഇസ്തിഗ്ഫാറിന്റെ മഹത്വം. നമ്മുടെ വിഷയം അതല്ല. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് അയാൾ പറയാ, ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും അള്ളാഹു എനിക്ക് നൽകും, പ്രാർത്ഥിച്ച നൽകും. ഈ മനുഷ്യനും അറിയില്ല ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബലാണ്. അയാൾക്കറിയില്ല ഈ വന്നത് ഈ മഹാപണ്ഡിതനാണ് എന്നൊന്നും ആ റൊട്ടിക്കടക്കാരൻ അറിയില്ല. അയാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ചോദിച്ച് പടച്ചവർക്ക് നൽകിയിട്ടുണ്ട്, പക്ഷേ ഞാൻ കുറേ കാലമായി ഒരു കാര്യം അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, അത് മാത്രം ഇതുവരെ പടച്ചവർക്ക് നൽകിയിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, അതെന്താ കാര്യം, അതെന്താണ്? ആ കടക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയ വിഷയമാണ് ഈ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒരു തവണ നേരിൽ കാണണം. പടച്ചോനെ, ഇതിനെനിക്കൊരു തൗഫീഖ് നൽകി എന്ന് ഞാൻ പ്രാർത്ഥിക്കാറ്. ഇതുവരെ എനിക്കത് പറ്റിയില്ല, പറ്റുമായിരിക്കും ഇൻഷാ അല്ലാഹ്. ആ പള്ളിക്കിണ്ണയിൽ പള്ളിയിലെ ഇമാം എന്നെ ഉന്തിപ്പ് പുറത്താക്കി താങ്കളുടെ കൊണ്ടുവന്നു. അല്ലാഹു ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കൊടുക്കാൻ പള്ളിയിൽ പുറത്താക്കി കൊണ്ടെന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബലാണ്. നോക്കൂ നിങ്ങൾ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം. റമദാൻ മാസത്തെ
ഇസ്തിഗ്ഫാർ കൊണ്ട് ധന്യമാക്കണം. അപ്പൊ നാലാമത്തെ ബറക്കത്ത് എന്താ? നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു മാസമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? റമദാനെ സ്വീകരിക്കാം. അഞ്ചാമത്തെ കാര്യം, റമദാൻ എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള പരിചയമാണ്. നരകത്തിൽ നിന്നുള്ള പരിചയമാണ്. ഏതാ നരകം? എങ്ങനെയുള്ള നരകം? നബി പറഞ്ഞു സിയാം എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള പരിചയമാണ്. നമ്മൾ ആദ്യം മനസ്സിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ പരിചയമാണ്, നരകത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന പരിചയമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള നരകം? ഖുർആൻ പറഞ്ഞു കാഫിറുകളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകം, കാഫിറുകളായ നിഷേധികളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകം. അതിലെ തീപ്പൊരികൾ കൊട്ടാരങ്ങൾക്ക് സമാനമാണ്. നരകത്തിലെ തീപ്പൊരികൾ കൊട്ടാരങ്ങൾക്ക് സമാനമാണ്. അങ്ങനെയുള്ള നരകം, ആ നരകത്തിൽ നിന്ന് നമ്മളെ തടയുന്ന കാര്യമാണ് നോമ്പ്. അങ്ങനെയുള്ള നരകത്തിൽ നിന്ന് നമ്മളെ തടയുന്ന കാര്യമാണ്. മനുഷ്യൻ ഉരുകിയൊലിക്കും. നരകത്തിന്റെ പ്രത്യേകത എന്താ? നരകത്തിലെ ഇന്ധനം എന്ന് പറഞ്ഞാൽ അത് കല്ലുകളാണ്. അതേപോലെ തന്നെ മനുഷ്യരാണ്. മനുഷ്യരുടെ ശരീരം നരകത്തിൽ കടന്നുരുകി ഒലിക്കും. എത്ര ആയത്തിൽ അങ്ങനെയുള്ള നരകത്തിൽ നിന്ന് മനുഷ്യന് പരിചയായി കവചമായി നിൽക്കുന്ന കാര്യമാണ് ഇത് നോമ്പ് എന്നുള്ളത്. അതാണ് നോമ്പിന്റെ ഒരു ബറക്കത്ത്. അതാണ് നോമ്പിന്റെ ബറക്കത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ നരകത്തിൽ നിന്ന് സംരക്ഷണമേകുന്ന ഒരു മാസത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. ആ ചിന്തയോടുകൂടെ എന്ത് ചെയ്യണം? നമ്മൾ റമദാനെ സ്വീകരിക്കണം. ആറാമത്തെ റമദാനിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സഹോദരികളെ, എല്ലാ രാത്രിയിലും റമദാനിൽ കുറെ ആൾക്കാരെ പടച്ചു നരകത്തൊന്നും മോചിപ്പിക്കും. എല്ലാ റമദാനിലും എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ ആൾക്കാരെ നരകത്തൊന്നും മോചിപ്പിക്കും. റമദാന്റെ ബറക്കത്താണത്. നബി പറഞ്ഞു ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഅ വദാലിക ഫീ കുല്ലി ലൈല. ജാബിർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജാബിർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി പറയാണ്, നിശ്ചയം അല്ലാഹുവിനെ ഓരോ നോമ്പ് തുറക്കുന്ന വേളയിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. എല്ലാ നോമ്പ് തുറക്കുന്ന സമയങ്ങളിലും നരകത്തിന്റെ അവകാശികളായ ചില മനുഷ്യന്മാരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി പഠിച്ച സ്വർഗ്ഗത്തിക്കാം. എല്ലാ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് അത് നോമ്പിന്റെ ബറക്കത്താണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ വരണം. നോമ്പിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം. പഠിച്ചോനെ, റമദാനിൽ എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, അവർ നീ എന്നെ ഉൾപ്പെടുത്തണം, അവർ നീ നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് നോമ്പിന്റെ ആറാമത്തെ ബറക്കത്ത്. ഏഴാമത്തെ എന്താ അറിയോ? നമ്മുടെ പ്രാർത്ഥനയാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അത് തള്ളൂലെന്നാണ്. 3 കൂട്ടം ആളുകളുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന തള്ളുകയില്ല. ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, അതേപോലെ തന്നെ നോമ്പുകാരന്റെ പ്രാർത്ഥന വദഅവത്തുസ് സായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന, ഇത് തള്ളൂലെന്നാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനക്ക് എന്തുണ്ട്? ഒരു ഇജാബത്തുണ്ട്. റമദാനിൽ പ്രാർത്ഥനക്ക് ഒരു ഇജാബത്ത്. ആ ഇജാബത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എഴുതി വെച്ച് റമദാൻ നമ്മൾ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, സത്യസന്ധമായി മനസ്സിനോട് ചോദിച്ചു നോക്കി, റമദാനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ എത്ര സമയം നമ്മൾ പ്രാർത്ഥിക്കാം? തുടക്കത്തിൽ ഭയങ്കര ആവേശിക്കാറ്, പിന്നൊക്കെ പോകും. ഞാൻ പറഞ്ഞത്, റമദാനിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഒരു ഒഴിവ് സമയം കിട്ടിയാൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്ന മനുഷ്യന്മാരാകും. അള്ളാഹുവിലേക്ക് കൈകൾ പടച്ചോട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹ് തരാൻ റെഡിയാണ്. അല്ല ചോദിക്കുന്ന കാര്യം എന്താ? ആരാണ് എന്നോട് പ്രാർത്ഥന? ഞാൻ അവർക്ക് നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദആനി ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നബിയെ, എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് പറയണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. ഇതാരാ പറയണത്? അല്ല പറയാ, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഉത്തരം നൽകൂലെന്നല്ല, ഉത്തരം നൽകാന്ന പക്ഷം പറഞ്ഞു. അള്ളാഹ്നോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകാം. നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? വർത്തമാന കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ കുറഞ്ഞ കാലഘട്ടമാണ്. പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ല എന്നല്ല, പക്ഷേ പ്രാർത്ഥനകൾ കുറവാണ്. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നത് കുറഞ്ഞൊരു കാലഘട്ടമാണിത്.
മുസ്ലിം സമൂഹത്തിലേക്ക് മറ്റുള്ള പല ആളുകളും അവരിങ്ങനെ കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്. കാരണം എന്താ? നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകന്നതാണ്, നമ്മൾ ദീനിൽ നിന്ന് അകന്നതാണ്. നമ്മൾ ദീനിലേക്ക് വന്നാൽ, നമ്മൾ അല്ലാഹുവിലേക്ക് അടുത്താൽ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ത് വേണം? നമ്മൾ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ പടച്ചോൻ കേൾക്കും. നോക്കൂ നിങ്ങൾ, ഷെയ്ഖ് മുഹമ്മദ് ഹസ്സാൻ ഹഫിളഹുല്ലാഹി എന്ന് പറഞ്ഞ മഹാപണ്ഡിതനാണ്, ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം മിസ്റിലുള്ള വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നു. അദ്ദേഹം ഒരിക്കൽ ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിൽ തൊവാഫിന്റെ ഇടയിൽ അദ്ദേഹം ഒരു മനുഷ്യനെ കണ്ടു. ഒരാൾ ഹറമിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. അയാളുടെ പ്രാർത്ഥനയ്ക്ക് എന്തൊരു പ്രത്യേകത, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അയാൾ ദുആ ചെയ്യുന്നത്. അയാളെ ഒരു എന്താ പറയാ, ഒരു കാട്ടിക്കൂട്ടലൊക്കെ ആ ദുആയിൽ. ഇമാം ഈ മുഹമ്മദ് ഹസ്സാൻ എന്ന് പറഞ്ഞ പണ്ഡിതൻ അയാളുടെ സമീപത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കണം, എന്താ പ്രശ്നം, എന്താ നിങ്ങൾ ഇത്രമാത്രം ബേജാറായി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അയാൾക്കറിയില്ല ഇത് വലിയ പണ്ഡിതനാണെന്ന് അയാൾക്കറിയാം. അയാളെ നോക്കി, എന്നിട്ട് അയാൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഈ മുഹമ്മദ് ഹസ്സാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ മനുഷ്യൻ, ഒരു അറബി, ഒരു സൗദി വന്നു. അയാളും ചോദിച്ചു, എന്തെങ്കിലും പ്രാർത്ഥിക്കണം, എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം? അയാളൊന്നും പറഞ്ഞില്ല. അയാളെ നോക്കി വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ആ സൗദി എന്ത് ചെയ്തറിയോ, അയാളെ പോക്കറ്റിൽ നിന്ന് കുറെ പൈസ എടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പോക്കറ്റിലിട്ടു. സൗദി പോയി. ഈ മനുഷ്യൻ പ്രാർത്ഥന അവസാനിപ്പിച്ചു. അയാൾ പോക്കറ്റിൽ കൈയിട്ട പൈസ എടുത്തു, എണ്ണി നോക്കി, വീണ്ടും പോക്കറ്റിലേക്ക് തന്നെ വെച്ച് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുഹമ്മദ് ഹസ്സാൻ അദ്ദേഹങ്ങളെ പിടിച്ചിട്ട് കുലുക്കി. എന്നിട്ട് പറഞ്ഞു, കുറെ നേരമായി ഞാൻ ഇവിടുന്ന് ഇനി എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് എന്നോട് പറയണം, എന്നാലേ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കും. അപ്പൊ മനുഷ്യ കയ്യൊക്കെ താത്തി. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നോട് വന്നിട്ട് ചോദിക്കണം, നിങ്ങൾ എന്താ പ്രാർത്ഥിക്കണം? എനിക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം മനുഷ്യന്മാരോട് പറയാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അള്ളാഹിനോട് പറയാൻ എനിക്കൊരു പേടി ഉണ്ടായിട്ടില്ല, അള്ളാഹിനോട് പറയാൻ എനിക്കൊരു മടിയില്ല. ഞാൻ എൻ്റെ പ്രശ്നം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്മാരോട് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോഴങ്ങൾ വന്ന് ചോദിക്കുന്നത് എന്താ പ്രശ്നം, ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാം? കാരണം മനുഷ്യന്മാരോട് പറയാൻ എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ പ്രശ്നം പറയാൻ ഇഷ്ടമല്ല. എൻ്റെ റബ്ബിനോട് ഞാൻ പറയണം. രണ്ടാമത്തെ മനുഷ്യൻ വന്ന് ചോദിച്ചു, എന്താ പ്രശ്നം എന്നാണ്. ആ പ്രശ്നമാണ് ഞാൻ റബ്ബിനോട് പറയും. ഞാൻ എങ്ങനെ മനുഷ്യന്മാരോട് പറയും? അങ്ങനെ എനിക്ക് നേരത്തെ തന്നെ പറഞ്ഞൂടെ? എന്നിട്ടാണ് ഈ മഹാപണ്ഡിതനോട് പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത്രയും സമയം എൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് ഞാൻ പറയാ, ഞാൻ യമനിൽ നിന്ന് ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്നയാളാണ്. ഞാൻ ഇവിടെ വന്നു, ഉംറ ചെയ്തു, നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായി. അപ്പോൾ എൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു. എൻ്റെ യാത്രകൾ എല്ലാ സൗകര്യയിലാണ്. പോക്കറ്റ് അടിച്ചു, ഒരു പൈസയില്ല, നാട്ടിൽ പോകാൻ ഒരു വഴിയില്ല, മുന്നിൽ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ജനങ്ങളുടെ മുമ്പിൽ കൈ നീട്ടണം. എനിക്കതിന് ലജ്ജയാണ്, മടിയാണ്. എൻ്റെ പ്രയാസം ജനങ്ങളോട് പറയാൻ ഞാൻ ലജ്ജിച്ചു. പക്ഷേ അള്ളാഹുവിനോട് പറയാൻ, എൻ്റെ റബ്ബിനോട് പറയാൻ എനിക്കൊരു മടി ഉണ്ടായില്ല. ഞാൻ അള്ളാഹുവിനോട് പറയാൻ, പടച്ചോനെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ളൊരു വഴി കാണിക്കണേ എന്ന് ഹറമിൻ്റെ ചാരത്തിരുന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ വന്നത്. നിങ്ങളോട് പറയാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല, രണ്ടാമത്തെ ആളോടും പറഞ്ഞില്ല. പക്ഷേ രണ്ടാമത്തെ മനുഷ്യൻ എൻ്റെ പോക്കറ്റിൽ തിരികിയ പണമുണ്ടല്ലോ, എനിക്ക് നാട്ടിൽ പോകാനും നാട്ടിൽ പോയി ഒരു മാസത്തിലധികം സുഖമായി ജീവിക്കാനുള്ള പൈസ എൻ്റെ പോക്കറ്റിലായി. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാ പടച്ചോൻ ഉത്തരം കൊടുക്കും? അള്ളാഹു ഇങ്ങനെ ഉത്തരം കൊടുക്കും. സഹോദരങ്ങളെ, ഇതാണ് പടച്ചോൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കാത്ത, നാം പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നമുക്ക് അള്ളാഹു ഉത്തരം നൽകുന്നു. എന്താ വേണ്ടത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാകണം നമ്മൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ റമദാൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മാസമാണ്, പ്രാർത്ഥന തള്ളപ്പെടാത്ത മാസമാണ്. റമദാനിന്റെ ഏഴാമത്തെ ബറക്കത്താണ്, പ്രാർത്ഥനയുടെ മാസമാണ് റമദാൻ എന്നുള്ളത്. റമദാന്റെ 8ാമത്തെ ബറക്കത്ത് എന്താ? ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ 2 പോയിന്റുകൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഹോദരങ്ങളെ, 83 വർഷക്കാലം നന്മ ചെയ്യുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. 82.5 കൊല്ലം നന്മ ചെയ്യുന്നതിന്റെ കൂലി ഒറ്റ രാത്രി അല്ലേ? നമ്മള് ആരെങ്കിലും തീരുമാനിച്ചു അടുത്ത റമദാനിൽ 10 ദിവസം എത്തിക്കാതിരിക്കണം, ചർച്ച നടത്തിയോ? ഭാര്യമാരോട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഭാര്യനായിട്ട് ഡിസ്കഷൻ, ഒരു ചർച്ച നടത്തി. നമ്മൾ ഈ റമദാനിൽ നമ്മൾ കുട്ടികളൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാം? പ്രശ്നമുണ്ട്. ഈ റമദാനിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്താ? പരീക്ഷയുടെ സമയമാണ്. മാർച്ച് മാസം
മാസത്തിന്റെ അവസാനമായിരിക്കും ഉണ്ടാകുക, റമദാന്റെ ആ അവസാന സമയം. അതുകൊണ്ട് തന്നെ പരീക്ഷ നമ്മൾ പ്ലാൻ ഉണ്ടാക്കണം, പദ്ധതി ഉണ്ടാക്കണം. റമദാനിൽ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? റമദാന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികൾ എന്ത് ചെയ്താൽ മതി? പള്ളിയിൽ എത്തിക്കാൻ പറ്റുന്ന മതി. പള്ളിയിൽ ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. തെർബിയ സംഘം, റമദാനിൽ തെർബിയ സംഘം നടക്കുന്നു. ഞാനൊരാളെ അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ പങ്കെടുക്കണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ വിസ്ഡം ഡേ ഉണ്ട്, തെർബിയ നിങ്ങൾ വിസ്ഡം ഡേക്കും വരണം, തെർബിയൊക്കെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിസ്ഡം ഡേക്ക് ഞാൻ വരില്ല, എനിക്ക് ജോലിയുണ്ട്, വൈകുന്നേരം സമയം എനിക്ക് വരാൻ കഴിയില്ല, ഞാനിപ്പോൾ കുറച്ചൊരു തിരക്കിലാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ അടുത്ത വാചകം എന്താ അയാൾ പറഞ്ഞത്? ഞാൻ സാധാരണ എല്ലാ മാസത്തേക്കാളും കൂടുതൽ പണിയെടുക്കുന്ന മാസമാണ് റമദാനിൽ. ഞാൻ പണിക്ക് പോകും. റമദാനിൽ എൻ്റെ കുട്ടികളെയും പെണ്ണുങ്ങളെയും നോക്കാനുള്ള പൈസ ഉണ്ടാക്കും. റമദാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ ഒഴിച്ചിരിക്കണം മാസം. അതുകൊണ്ട് തെർബിയകൾ എന്ത് പരിപാടിക്കുമ്പോൾ എന്നെ വിളിച്ചോളൂ, ഞാൻ വരാം. റമദാൻ എന്നെ വിളിച്ചോളൂ, ഞാൻ വരാം. അതിന് മുമ്പൊന്ന് എനിക്കൊന്നൊന്ന് ഫ്രീ ആക്കി തരാം. എന്തൊരു സന്തോഷത്തിന്റെ വാചകം കേട്ടപ്പോൾ. നോക്കൂ, നിങ്ങളൊരു മനുഷ്യൻ ആലോചിക്കണം, റമദാൻ അയാൾ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാക്കണം, അധ്വാനിക്കാൻ, പ്ലാൻ ഉണ്ടാക്കാൻ. ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? 10 15 ദിവസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന റമദാനിന് വേണ്ടി എന്തൊരുക്കമാണ്, എന്ത് ചർച്ചകളാണ് നമ്മൾ നടത്തിയത്? നമ്മുടെ വീട്ടിൽ ചർച്ച നടന്നിട്ടുണ്ടോ? പൊടി വാങ്ങുന്നതിനെ കുറിച്ചല്ല, മാംസം വാങ്ങുന്നതിനെ കുറിച്ചല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല, ഇബാദത്തുകളെ കുറിച്ചുള്ള ചർച്ച നടന്നിട്ടുണ്ടോ? ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. ഇതൊരു നിസ്സാരമായ കാര്യം. ഇത്രമാത്രം അനുഗ്രഹീതമായ ഒരു സമയം, ഒരു മാസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ആ മാസത്തെ ഉപയോഗപ്പെടുത്തണമെന്ന ചിന്ത ഉണ്ടോ നമുക്ക്? ഇല്ല എങ്കിൽ എന്താ നമ്മളെ അവസ്ഥ? ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല, ഇനി നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് വീട്ടിൽ പോയിട്ട് ഒരു മേശന്റെ ചുറ്റിരുന്ന് ഭാര്യ മക്കളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് എങ്ങനെ നമ്മൾ ഈ റമദാനെ സ്വീകരിക്കാം, ഏത് പള്ളിയിൽ നമ്മൾ തറാവിക്ക് നമ്മൾ എടുക്കാൻ പോകണത്, അതേപോലെ തന്നെ നോമ്പിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാകും, എവിടേക്കൊക്കെ നമ്മൾ പോകാം, ഇങ്ങനെ ഒരു നല്ലൊരു ചർച്ച നടത്തി റമദാനിനെ ഫലപ്രദമാക്കാനുള്ള ആലോചനകൾ കുടുംബങ്ങളിൽ ഉണ്ടാകണം. എന്തേ അല്ലാഹ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹ് നമ്മളോട് പറഞ്ഞു, നമ്മളോട് പുരുഷന്മാരുടെ പ്രത്യേകം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും കുടുംബാംഗങ്ങളെയും നരകത്ത് നിന്ന് രക്ഷിക്കണമെന്ന അല്ലാഹ് ഏൽപ്പിച്ച പണിയാണ്. ആ പണിയെടുക്കാനുള്ള എങ്ങനെയാണ് ആ പണിയെടുക്കേണ്ടത്? ഇതേപോലെയുള്ള നന്മകൾ എന്ത് നമ്മൾ ആലോചിക്കുക. അപ്പോൾ റമദാനിന്റെ 8ാമത്തെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്റാണ്. 9ാമത്തെ ബറക്കത്ത് റമദാനിനെ കുറിച്ച് അല്ലാഹു റസൂൽ പറയാ, ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു അസ്സൗമു ലീ വഅന അജ്സി വഅന അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനതിന് കൂലി. നോമ്പും സക്കാത്തും ഒക്കെ പടച്ചോനുള്ളത്. പക്ഷേ നോമ്പിനെ കുറിച്ച് പ്രത്യേകം അല്ലാഹു എന്ത് പറഞ്ഞു? അതെനിക്കുള്ളതാണ്. അതുകൊണ്ട് മറ്റു ഇബാദത്തുകൾ പോലെയല്ല നോമ്പ്, മറ്റുള്ള ഇബാദത്തുകൾ പോലെയല്ല നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അത് റിയാ ഇല്ലാതെ നമുക്ക് നോൽക്കാൻ പറ്റും. ഞാൻ നോമ്പുകാരനാണോ അല്ലേ എന്ന് ലോകത്തൊരു മനുഷ്യനും പറയാൻ കഴിയില്ല. അള്ളാഹു എനിക്കും അല്ലാതെ ഒരാൾക്കും പറയാൻ പറ്റില്ല. അതാ നോമ്പിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇഖ്ലാസോടുകൂടെ എന്ത് ചെയ്യണം? നോമ്പ്. സെലഫുകളുടെ ചരിത്രം വായിച്ചപ്പോൾ സെലഫുകളിൽപ്പെട്ട ആളുകൾ അവർ നോമ്പ് നോറ്റാല് അവരുടെ ഭാര്യമാർക്ക് വരെ അവർ നോമ്പ് നോക്കുമെന്ന് അറിയില്ല. സുന്നത്ത് നോമ്പാണ്. റമദാനിൽ എന്തായാലും നോമ്പ് നോക്കണം, നിർബന്ധമാണല്ലോ, അത് ആർക്കും സംശയം ഉണ്ടാവും. പക്ഷെ സുന്നത്ത് നോമ്പ് ഭർത്താവ് നോറ്റത് ഭാര്യക്ക് പോലും മനസ്സിലാകൂല. അതെങ്ങനെ? സെലഫുകളായ ആളുകൾ അവരെന്ത് ചെയ്യും? സുന്നത്ത് നോമ്പിന് സുബൈക്ക് ശേഷം നിയ്യത്ത് വെച്ചാൽ മതി. അത്താഴം എന്ത് ചെയ്തു? അവർ കഴിക്കുന്നത് ഭാര്യമാരെ അറിയുന്നുണ്ടാവില്ല. എന്നിട്ട് അവർ ജോലിക്ക് പോകുമ്പോൾ ഭാര്യമാരെന്ത് ചെയ്യും? അവർക്ക് ഭക്ഷണം കൊടുക്കും, ഉച്ചക്കുള്ള ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം അവർ വാങ്ങും, ഭാര്യമാരുടെ കയ്യിൽ നിന്ന് വാങ്ങും. എന്നിട്ട് ഏതെങ്കിലും മിസ്കീനുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം ആവശ്യപ്പെടും. ഒരു നോമ്പ് തുറന്നിട്ട് അവരെന്ത് ചെയ്യും? ഭാര്യമാര് പോലും അറിയാതെ സെലഫുകളായ ആൾ അത്ര റിയാ ഇല്ലാതെ ആരും അറിയാതെ ഇബാദത്ത് ചെയ്യും. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ എന്ത് ചെയ്യണം? അള്ളാഹ്ക്കുള്ള നോമ്പ്, അള്ളാഹ് കൂലി തരുന്ന നോമ്പിനെ നന്നാക്കണം. റമദാനിൽ എന്ത് ചെയ്യണം? ഒരു റിയാഉം ഇല്ലാതെ പൂർണ്ണ മനസ്സോടുകൂടെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് എന്ത് ചെയ്യുക? നോമ്പ് നോൽക്കുക. അതേപോലെ തന്നെ 10ാമത്തെ ബർക്കത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 10ാമത്തെ ബർക്കത്ത് അത് ഹദീസിൽ വന്ന വിഷയം. തസക്കറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിന് ബർക്കത്ത്, നോമ്പിന്റെ ബർക്കത്താണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ വിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ ഇങ്ങനെയുള്ള 10, ഞാൻ എണ്ണിപ്പറഞ്ഞ 10ഓളം ബർക്കത്തുകളുള്ള ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആ മാസത്തിൽ എല്ലാ ബർക്കത്തും നേടണം. ഒരു ബർക്കത്ത് പോലെ നമ്മൾ എന്ത് ഒഴിവാക്കാൻ പാടില്ല. 2 പോയിന്റുകൾ കൂടെ ഞാൻ പറയാം സഹോദരങ്ങളെ. നമ്മൾ ഈ ബർക്കത്തുകളൊക്കെ നേടിയെടുക്കാൻ എന്ത് ചെയ്യുന്നത്? ഒന്ന്, സമയത്തിന്റെ വില മനസ്സിലാക്കണം. സമയത്തിന്റെ വില എന്ത് ചെയ്യാം? മനസ്സിലാക്കണം. എപ്പോഴാണ് മരിക്കുന്നത് പറയാം.
മരിക്കാൻ പറയാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞാൽ അമല് ചെയ്യാൻ പറ്റില്ല. ഒരു റമദാനിനെ സ്വീകരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ റബ്ബ് തൗഫീഖ് നൽകിയാൽ എൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഉറച്ചു തീരുമാനിക്കുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം, അദ്ദേഹം പറഞ്ഞു, ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം നഷ്ടപ്പെടുത്തുക എന്നത് മരണത്തേക്കാൾ ഭയാനകമാണ്. നോക്കൂ നിങ്ങൾ, സമയം നഷ്ടപ്പെടുത്തുക എന്നത് മരണത്തേക്കാൾ ഭയാനകമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീ അജ്ലി വലം യസിദ് ഫീഹിൽ അമൽ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരു കാര്യത്തെ പറ്റി ഞാൻ ദുഃഖിച്ചിട്ടില്ല, എനിക്ക് സങ്കടം ഉണ്ടായിട്ടില്ല. എന്തിനല്ലാതെ എൻ്റെ ദുഃഖം സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു, എൻ്റെ അവധി അവസാനിച്ചിരിക്കുന്നു, ഈ ദിവസം കൂടുതലായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അഥവാ ഒരു ദിവസം അവസാനിക്കുമ്പോഴുള്ള സങ്കടം തന്നെയോ, ഞാനിപ്പോൾ ഇന്നലത്തെ പോലെ തന്നെയാണ് ഈ ദിവസം കൂടുതലായിട്ടൊന്നും ചെയ്തില്ല, നന്മകൾ ചെയ്തില്ല. അവരൊക്കെ സമയത്തിൻ്റെ വില മനസ്സിലാക്കിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സമയത്ത് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഉപയോഗിക്കും. അത് റമദാനിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇഖ്ലാസോട് കൂടെ ചെയ്യാം, അമലുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നല്ല മനസ്സോടെ റമദാനെ സ്വീകരിക്കുക. ഞാൻ എൻ്റെ അവസാനത്തെ നല്ല മനസ്സോടെ റമദാനെ സ്വീകരിക്കുക. ഈ സദസ്സിനോട്, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോടും സഹോദരികളോടും മനസ്സിൽ തട്ടി ഞാൻ പറയാം, നമ്മളൊക്കെ പള്ളിയിൽ ഒരുമിച്ച് പള്ളിയിൽ ഒരു സ്വപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഒന്നാമത്തെ സ്വപ്പ് പൂർത്തിയായാലാണ് രണ്ടാമത്തെ സ്വപ്പിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ സ്വപ്പിൽ 10 ആൾക്കാരുണ്ട്, അവിടെ ഒരു 5 ആൾക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സ്വപ്പിൽ ഇറങ്ങി നിൽക്കുക. മറിച്ച് ആ ഒന്നാമത്തെ സ്വപ്പ് നമ്മൾ പൂർത്തിയാക്കും. നമ്മുടെ കാലുകൾ അടുപ്പിച്ചാണ്, നമ്മുടെ ചുമലുകൾ പരസ്പരം തട്ടാറുണ്ട്. ഒറ്റ ചോദ്യം, സ്വന്തം മനസ്സിനോട് ചോദിച്ചു, ആ കാലുകൾ ചേർത്ത് വെക്കുന്ന, അതേപോലെ തന്നെ തോളുകൾ ചേർത്ത് വെക്കുന്ന മനുഷ്യരെ നമ്മുടെ ഹൃദയങ്ങൾ അത്രമാത്രം ചേർന്ന് നിൽക്കുന്നു. പരസ്പരം ഹൃദയങ്ങളെ ചേർത്ത് വെക്കാൻ പകയില്ലാതെ, വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ റമദാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് റമദാനെ സ്വീകരിക്കാറുള്ളത്? നിങ്ങൾ എങ്ങനെയാണ് റമദാനെ സ്വീകരിക്കാൻ? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞങ്ങൾ റമദാൻ ഒരിക്കലും സ്വീകരിക്കാറില്ല. എങ്ങനെയല്ലാതെ, റമദാനെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളിൽ ഒരാളുടെയും മനസ്സിൽ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഒരു വെറുപ്പുണ്ടാവില്ല, ഒരു ദേഷ്യം ഉണ്ടാവില്ല. ഞങ്ങൾ തെറ്റിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, മാനസികമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അതേ രീതി ഞങ്ങൾ റമദാനെ സ്വീകരിക്കുക. എൻ്റെ മനസ്സ് പറയുന്നത്, ഈ കൂട്ടത്തിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും ദേഷ്യവും പിന്നെ പിണങ്ങിയൊക്കെ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. സഹോദരങ്ങളെ, ആർക്ക് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ? എന്താ ഈ ലോകത്ത് പിണങ്ങിയിട്ട് നമുക്ക് കിട്ടാനുള്ളത്? നമ്മളൊരു പള്ളിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാർ, ഒരു സ്വത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പിണക്കമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ പിണക്കങ്ങൾ അവസാനിപ്പിക്കും. മകനോട് മുണ്ടിയിട്ട് വർഷങ്ങളായ വാപ്പാരുണ്ട്, മക്കളോട് മുണ്ടിയിട്ട് വർഷങ്ങളായ വാപ്പാരുണ്ട്. ഭാര്യയും ഭർത്താവും പരസ്പരം, ഇന്ന് എൻ്റെ ഫോണിലേക്ക് വന്നൊരു ചോദ്യം തരുന്നു, ഇന്നൊരു സഹോദരന്റെ ചോദ്യം തരും, വേറൊരാൾക്ക് വേണ്ടി ചോദിക്കണം. ഞങ്ങളുടെ ചോദ്യം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബന്ധമല്ല, ഒരു വീട്ടിൽ അവർ കഴിയുന്നത്, 2 കട്ടിൽ അവർ കിടക്കുന്നത്, പക്ഷെ അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. മക്കളുടെ ഉമ്മയും ബാപ്പിയാണ്, മക്കളുണ്ട്. അപ്പൊ ഭർത്താവിന്റെ വാദം എന്താ? ഭർത്താവിന്റെ വാദം, ഭാര്യ എന്ത് ചെയ്യണില്ല, എന്നേറ്റൊന്നിനും സഹകരിക്കണില്ല. അതുകൊണ്ട് ഞാൻ അവൾക്ക് ചെലവിന് കൊടുക്കണ്ട. അപ്പൊ ചെലവിന് കൊടുക്കേണ്ടത് വല്ല 10 രൂപ ഉണ്ടോ ചോദിക്കാനാ നമ്മളെ വിളിക്കണം. ചെലവിന് കൊടുക്കേണ്ടെന്ന് പറയാൻ വല്ല 10 രൂപ ഉണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, പൊന്നാര സഹോദര, ആ ഭാര്യ ഭർത്താവിന് നന്നാക്കാൻ വല്ല വകുപ്പുണ്ടെന്ന് നോക്കിക്കൊള്ളു. ചെലവിന് കൊടുക്കേണ്ടെന്നില്ല, 10 രൂപ തരുന്നതിന് മുമ്പ് അവർ തമ്മിൽ ആ അകൽച്ചയൊന്ന് അടുപ്പിക്കാൻ, അവർ പരസ്പരം സ്നേഹിക്കുന്ന മക്കളുണ്ടായ ഭാര്യ ഭർത്താവാണ്, ഉമ്മയും ബാപ്പയാണ്. അവർ ഒരുമിക്കാനാണ് നോക്കേണ്ടത്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്. ഈ സദസ്സിൽ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാകരുത്. നമ്മുടെ ഈ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുന്ന എന്തിനാ സഹോദരങ്ങളെ? നമുക്ക് മാറ്റമുണ്ടാകാനാണ്, നമുക്ക് പരിവർത്തനം ഉണ്ടാകാനാണ്. നമ്മുടെ മനസ്സുകൾ അകന്നു പോകുന്നവരാണ് എങ്കിൽ നമ്മൾ നന്നാകുക. അതുകൊണ്ട് തന്നെ മനസ്സിനുള്ളിൽ പക ഉണ്ടാകരുത്, വെറുപ്പുണ്ടാകരുത്. എല്ലാവരും ഈ സ്നേഹിക്കുന്നയാൾ, അതാണ് ഖൽബുൻ സലീം, രക്ഷപ്പെട്ട ഹൃദയം, നല്ല മനസ്സ്. ശിർക്കിൽ നിന്ന്, അസൂയയിൽ നിന്ന്, പകയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയാകണം. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഒരു ചരിത്രം വായിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞതിന് പേര് അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളുടെ ചരിത്രം വിശാലമാണ്, എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയായിരുന്ന മുഅ്തസിം, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ക്രൂരമായി പീഡിപ്പിച്ചു. ചമ്മട്ടി കൊണ്ട് അടിച്ചു. നമ്മൾ ഈ സിമെന്റ് ഒക്കെ മറിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചമ്മട്ടി, അതേപോലുള്ള ചമ്മട്ടി കൊണ്ട് അദ്ദേഹത്തെ അടിച്ചു, ചെങ്ങല കൊണ്ട് ബന്ധിച്ചു. ഇമാം അഹ്മദിന്റെ ശരീരത്തിലൊക്കെ മുറിവുണ്ടായി.
രക്തം വന്നു, ഒരുപാട് പ്രയാസം ഉണ്ടായി. ഒടുവിൽ അദ്ദേഹത്തിന്റെ മുറിവുകൾക്കൊക്കെ വലിയ വ്രണങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാർക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർമാരിങ്ങനെ ചികിത്സിക്കണം അദ്ദേഹത്തെ, മുറിവൊക്കെ അതൊക്കെ മരുന്നൊക്കെ വെച്ച് റെഡിയാക്കണം. അപ്പം അവർ നോക്കുമ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്തോ പറയുന്നു. അപ്പോൾ ഡോക്ടർമാർ ശ്രദ്ധിച്ചു, എന്താ ഈ പറയുന്നത്? എന്നോട് പറഞ്ഞറിയോ, അല്ലാഹുവേ മുഅ്തസിമിന് നീ പുറത്തു കൊടുക്കണേ. എന്താ വാചകം? എന്നെ ഉപദ്രവിച്ച, എന്നെ വേദനിപ്പിച്ച മുഅ്തസിമിന് നീ പുറത്തു കൊടുക്കണേ. ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട്, പൊന്നാര മനുഷ്യ, നിങ്ങൾ ഈ നിലയിലാകാൻ കാരണം ആ മുഅ്തസിമാണ്, ആ ഭരണാധികാരിയാണ്. എന്നിട്ട് അയാൾക്ക് പുറത്തു കൊടുക്കണമെന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇമാം അഹമ്മദിന്റെ വാചകം എന്തറിയോ? എന്റെ റബ്ബെനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ റബ്ബെനിക്ക് പുറത്തു തരണം. എന്നോട് ദ്രോഹിച്ചവർക്ക് ഞാൻ മാപ്പ് കൊടുത്തില്ലെങ്കിൽ എന്റെ റബ്ബെനിക്ക് എങ്ങനെ പുറത്തു തരാം? എനിക്ക് ഉറപ്പുണ്ട്, എന്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോ ആളുകളും റമദാനിന്റെ അവസാനത്തെ 10 വരുമ്പോ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ ഫഅഫു അന്നി. പ്രാർത്ഥിക്കൂലേ നമ്മൾ? പടച്ചോനെ, നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്, വഫു നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. റബ്ബേ, നീ എനിക്ക് മാപ്പ് നൽകണേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. കാരണം എന്താ? ആയിഷ ഉദ്ധരിച്ച ഹദീസാണ്, റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണം? നബി പറഞ്ഞു, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോളൂ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് ദുആ ചെയ്യാൻ പറഞ്ഞു. ഈ പ്രാർത്ഥന നിർവഹിക്കുമ്പോഴേ ഒന്ന് ആലോചിക്കുക, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് നമ്മൾ എന്തോ ഒരു കാര്യത്തിന് ദ്രോഹിച്ച ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റിക്കും. ഇത് എന്തോന്ന് പറഞ്ഞതിന്റെ പേരില ഭാര്യനോട് പിണങ്ങിയത്, എന്തോന്ന് വാങ്ങിത്തരാത്തതിന്റെ പേരില ഭർത്താവിനെ ആക്ഷേപിച്ച് പരിഹസിച്ച് മുന്നോട്ട് പോണത്. എങ്ങനെ നന്നാവും നമ്മള്? അതുകൊണ്ട് നല്ല മനസ്സോടെ എന്ത് ചെയ്യണം? റമദാനെ സ്വീകരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉപ്പമാരോട്, സുഹൃത്തുക്കളോട്, സഹോദരികളോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫിലെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല റമദാൻ ഈ റമദാനാണ്. വരാൻ പോണ റമദാൻ പ്ലാൻ ചെയ്യണം. നമുക്ക് ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ റമദാനെ ധന്യമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? റമദാനിലേക്ക് ഇറങ്ങാം. ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ കണ്ടു. എത്ര ആലോചന ഉണ്ടാകും, എത്ര ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും. അതിലെ സ്വിച്ച് ബോർഡ് എവിടെ ഉണ്ടാകണം, അതിലെ ഫാനുകൾ എവിടെ വെക്കണം, ഏത് പെയിന്റ് അടിക്കണം, എല്ലാം നമ്മൾ ചർച്ച ചെയ്യും. നല്ലത് തന്നെയാണ്, വേണം വേണ്ടെന്നല്ല. ആ ചർച്ചകളുടെയൊക്കെ അപ്പുറം സഹോദരങ്ങളെ, പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി എന്ത് ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്? അങ്ങനെ ചർച്ച ചെയ്ത് പദ്ധതികൾ ഉണ്ടാക്കി റമദാനിനെ ആത്മാർത്ഥമായി സ്വീകരിച്ച് അതിലെ നന്മകളെല്ലാം നേടിയെടുത്ത് റമദാനിന്റെ യാത്രയയക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നോമ്പിന്റെ അഹ്കാമുകളിലേക്ക് ഒന്നും പ്രവേശിച്ചിട്ടില്ല. നോമ്പിന്റെ അഹ്കാമുകൾ വളരെ വിശാലമാണ്. ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കാരണം എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറുകളിൽ അടുത്ത ആഴ്ച അതുകൊണ്ട് തന്നെ അഹ്കാമുകളൊക്കെ അറിയുന്ന ആൾക്കാരാണ്. റമദാനിന്റെ ഈ ബർക്കത്തുകൾ ഉൾക്കൊള്ളുക എന്ന ഒരു മാനസികാവസ്ഥയിൽ റമദാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം എന്ന ചിന്തയിലാണ് ഈ രീതിയിലൊരു വിഷയാവതരണം ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പാകെ നടത്തിയിട്ടുള്ളത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. വരാൻ പോകുന്ന റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാൻ, റമദാനിലെ നോമ്പുകൾ നോൽക്കാൻ, സ്വതക്കകൾ നൽകാൻ, വിശുദ്ധ ഖുർആനുമായി ബന്ധമുണ്ടാക്കാൻ, ലൈലത്തുൽ ഖദറിനെ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, ഇഅ്തികാഫിരിക്കാൻ, മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ, എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളെല്ലാം സ്വന്തമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി